സംവാദത്തിലൂടെയാണ് എന്ന ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളുടെ സാക്ഷാത്കാരമായ അഗോറ 2021 എന്ന വെബിനാർ പ്രഭാഷണ പരമ്പരയുടെ 15ാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇന്ത്യൻ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥ ഒരു പരിചയപ്പെടുത്തൽ എന്നുള്ള വിഷയമാണ് ഇന്ന് ഇവിടെ വെബിനാറിന് പാത്രീഭവിക്കുന്നത്. ആധുനിക ഇന്ത്യയിലെ നിയമ സംവിധാനത്തിന്റെ പരിചയപ്പെടുത്തലാണ് ഈ വെബിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ നിയമവും ബ്രിട്ടീഷ് കോമൺ ലോയും വൈദേശിക രാജ്യങ്ങളിലെ നിയമനിർമ്മാണങ്ങൾക്ക് ഇന്ത്യയിലെ നിയമവ്യവസ്ഥയെ സ്വാധീനിച്ചിട്ടുള്ളത്, അങ്ങനെ പുതിയ പല മേഖലകളിലേക്കും ഈ വെബിനാർ നീണ്ടുപോകും, അല്ലെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് എത്തപ്പെടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പുതിയ നിയമ മണ്ഡലങ്ങൾ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാലം കൂടിയാണ്. പരിസ്ഥിതിയും മനുഷ്യാവകാശവും ബൗദ്ധിക സ്വത്തവകാശവും എല്ലാം തന്നെ നിയമത്തിൻ്റെതായിട്ടുള്ള നിലകളിലേക്ക് ഇന്ന് ചർച്ച ചെയ്യപ്പെടും. അന്താരാഷ്ട്ര നിയമങ്ങളുടെ സ്വാധീനം ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഇന്ത്യയിലെ വ്യക്തി നിയമം ചർച്ച ചെയ്യപ്പെടുന്നു. അങ്ങനെ സിവിൽ നിയമവും ക്രിമിനൽ നിയമവും എല്ലാം വേർതിരിച്ച് തന്നെ ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്നെത്തി നിൽക്കുന്നത്. ഭരണകൂടങ്ങൾ സ്വന്തം താല്പര്യത്തിനായി പൗരന്മാരെ അന്യായമായി തടങ്കലിൽ വയ്ക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്ന സന്ദർഭങ്ങൾ ജുഡീഷ്യറിയാണ് അവസാനത്തെ ആശ്രയം. ഒരു രാജ്യത്തിന്റെ നിലവാരം അളക്കുന്നത് അവിടുത്തെ കോടതികൾ എത്രമാത്രം സ്വതന്ത്രമാണ് എന്നുകൂടി പരിഗണിച്ചിട്ടാണ്. ഇന്ത്യ ഇക്കാര്യത്തിൽ ലോകത്ത് മുൻനിരയിലുള്ള രാജ്യമാണ്. 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നതാണ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ആപ്തവാക്യം. ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇന്നത്തെ വെബിനാർ പ്രഭാഷണം നിർവഹിക്കുന്നത് കൊല്ലം ശ്രീനാരായണ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ശ്രീ അഡ്വക്കേറ്റ് പാരിപ്പള്ളി ആർ രവീന്ദ്രനാണ്. 1970കളിൽ കൊല്ലം ശ്രീനാരായണ കോളേജ് ഒരു പ്രബുദ്ധതയുടെ സാംസ്കാരിക മുന്നേറ്റത്തിന്റെ ഒരു കാലയളവ് കൂടിയായിട്ടുള്ള സമയമാണ്. ആ 70കളിലെ കൊല്ലം ശ്രീനാരായണ കോളേജിന്റെ ഒരു പ്രതിനിധി കൂടിയാണ് അടിയന്തരാവസ്ഥ പീരീഡുകളിൽ ആ കോളേജിൽ പഠിച്ചിരുന്ന ശ്രീ പാരിപ്പള്ളി രവീന്ദ്രൻ. കൊല്ലം ശ്രീനാരായണ കോളേജ് 1948 ആരംഭിക്കുകയും 73ാമത്തെ വയസ്സിലേക്ക് കടക്കുമ്പോൾ 2.5-3 ലക്ഷം പൂർവ്വ വിദ്യാർത്ഥികളെയാണ് കൊല്ലം ശ്രീനാരായണ കോളേജ് സൃഷ്ടിക്കാൻ കഴിഞ്ഞത്. 70കളും 60കളും എല്ലാം ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഒരു രാഷ്ട്രീയ പാഠശാലയായിരുന്നു കൊല്ലം ശ്രീനാരായണ കോളേജ് എന്നാണ്. ധാരാളം രാഷ്ട്രീയ രംഗത്തെ പ്രതിഭാശാലികളെ ഈ കോളേജ് സൃഷ്ടിച്ചിട്ടുണ്ട്. ശ്രീ എം.എ. ബേബി, ജെ മേഴ്സിക്കുട്ടിയമ്മ, അടൂർ പ്രകാശ്, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത നിരവധി പേർ. അതുപോലെ കലാകാരന്മാർ, കായിക പ്രതിഭകൾ, ഭിഷഗ്വരന്മാർ, പത്രപ്രവർത്തകർ, എന്തിനേറെ പറയുന്നു അഡ്വക്കേറ്റ് സിരി ജഗൻ പോലെയുള്ള നിയമജ്ഞന്മാർ, അങ്ങനെ നിരവധി പ്രതിഭാശാലികളെ സൃഷ്ടിച്ചിട്ടുള്ള കോളേജാണ് കൊല്ലം ശ്രീനാരായണ കോളേജ്. ഈ ഇന്ത്യൻ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥ ഒരു പരിചയപ്പെടൽ എന്നുള്ള ഈ പ്രഭാഷണം നിർവഹിക്കുന്നത് നമ്മുടെ കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് എന്നുള്ളത് എനിക്കേറെ സന്തോഷം പകരുന്നു. ശ്രീ പാരിപ്പള്ളി ആർ രവീന്ദ്രന് കൊല്ലം ശ്രീനാരായണ കോളേജിന്റെ പേരിലുള്ള എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സുനിൽ കുമാർ സർ. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ അഡ്വക്കേറ്റ് പാരിപ്പള്ളി ആർ രവീന്ദ്രൻ സാറിനെ പരിചയപ്പെടാം. സുനിൽ സാർ പറഞ്ഞ പോലെ നമ്മുടെ കൊല്ലം ശ്രീനാരായണ കോളേജിലെ 72-78 BA എക്കണോമിക്സ് വിദ്യാർത്ഥിയാണ്. നമ്മുടെ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് സാറിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. ശരിക്കും സാറിനോട് കുറച്ച് സമയം സംസാരിച്ചപ്പോഴാണ് സാറ് കുറെ കാര്യങ്ങൾ പറഞ്ഞത്. സാറ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് 2 പ്രാവശ്യം അറസ്റ്റ് വരിച്ച് ജയിലിൽ പോവുകയുണ്ടായി. അതുപോലെ തന്നെ സാറ് പഠനം പൂർത്തിയാകുന്ന അവസാന വർഷങ്ങളിൽ പരീക്ഷ എഴുതാൻ
ഹോൾ ടിക്കറ്റ് കിട്ടാതെ ഭരണകൂടം സാറിന് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതുപോലെ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിന്റെ സ്പെഷ്യൽ പെർമിഷനോട് കൂടിയാണ് സാർ പരീക്ഷ എഴുതേണ്ടായത്. അതിനുശേഷം നമ്മുടെ കൊല്ലം ശ്രീനാരായണ കോളേജിൽ പഠിച്ചതിന് ശേഷം 1978 തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് സാറ് ചേർന്നു. അവിടെ LLBക്കാണ് സാറ് ചേർന്നത്. കോളേജ് യൂണിയൻ ചെയർമാൻ ആയിരുന്നു സാറ്. 81 പഠനത്തിന് ശേഷം 81 മുതൽ സാറ് പ്രാക്ടീസ് ആരംഭിച്ചു. 40 വർഷത്തോളം നീളുന്ന ഒരു നിയമ ഔദ്യോഗിക ജീവിതമാണ് സാറിനുള്ളത്. 1996 രവീന്ദ്രൻ സാറ് കേരള ബാർ കൗൺസിലിലെ ഇലക്ടഡ് മെമ്പറായി. അതിനുശേഷം 96 തന്നെ സാറ് കേരള ബാർ കൗൺസിലിന്റെ വൈസ് ചെയർമാനായി നിയോഗിക്കുകയുണ്ടായി. 2000 ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ ഇലക്ടഡ് മെമ്പറായി കേരളത്തിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവായി. 2000 തന്നെ 5 ദിവസം നീളുന്ന ഒരു ദേശീയ ലീഗൽ വർക്ക്ഷോപ്പ് നമ്മുടെ കൊല്ലം പട്ടണത്തിൽ നടക്കുകയുണ്ടായി. അതിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി കൂടിയായിരുന്നു സാറ്. അപ്പൊ അതെടുത്തു പറയാനുണ്ടായ ഒരു കാരണം, അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയ ബറൂച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പരാമർശം ഉണ്ടായിരുന്നു. 80% ജഡ്ജിമാരും സത്യസന്ധരാണെന്നും 20% കറപ്റ്റഡ് ആണെന്നും അതിൽ ആ 20% സർവീസിൽ നിന്ന് റിമൂവ് ചെയ്യണം, മാറ്റി നിർത്തണം എന്ന് പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. അതായത് ഏറെ ചർച്ചയ്ക്കും ഏറെ വാഗ്വാദങ്ങൾക്കൊക്കെ വഴിതെളിച്ച ഒരു സംഭവമായിരുന്നു അത്. അതിനുശേഷം സാറ് ഇപ്പോഴ് ഒരു 15ഓളം കേസുകളുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ്. നമ്മുടെ PSC പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള മാൽ പ്രാക്ടീസ് അതുമായി അനുബന്ധിച്ച് ഒരുപാട് കേസുകളുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ്. അതുപോലെ പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തം അതുമായി ബന്ധപ്പെട്ട കേസിന്റെയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ്. തൃശ്ശൂർ ജില്ലയിലും സാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. സാറിനെ ഏറെ സ്നേഹത്തോട് ഏറെ ബഹുമാനത്തോടു കൂടി നമ്മുടെ കൊല്ലം ശ്രീനാരായണ കോളേജിന്റെ അഗോര 2021 അതിലെ 15ാമത്തെ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രവീന്ദ്രൻ സാർ. രവീന്ദ്രൻ സാർ. ഇല്ല, സാറിന്റെ വീഡിയോയും ഇല്ല. സാറിനെ ഒന്ന് ഫോൺ ചെയ്യണോ, എന്താ പറ്റിയെന്ന്? ഞാൻ അൺമ്യൂട്ട് കൊടുക്കുന്നുണ്ട്. അതാവാൻ വഴി ലാസ്റ്റ് അൺമ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പൊ സാറിനെ ഒന്ന് വിളിക്കാം. അതെ, സാർ ലാപ്ടോപ്പിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാണ് മനോജ് സാറേ. ഒരു മിനിറ്റ് ഇപ്പൊ ഓക്കെ ആവും. ഓക്കെയാണ് സർ. ഓക്കെ നമുക്ക് ലാപ്ടോപ്പില് എന്തോ പ്രോബ്ലം. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് തുടങ്ങാം. കുഴപ്പമില്ല സർ. ഇപ്പൊ കേൾക്കാമല്ലോ, ഓഡിയബിൾ അല്ലേ?
ഓഡിബിൾ ആണ്. അപ്പൊ തുടങ്ങട്ടെ. വീഡിയോ ഒന്നുകൂടെ സാറ് കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്താലും മതി. വീഡിയോ ഫോക്കസ് ചെയ്യാൻ വീഡിയോ മൊബൈലിലാണ് സർ. ഇപ്പൊ ഏതാണ്ട് ഓക്കെ. ആരെങ്കിലും ഒരാളിനെങ്കിലും ഓഡിയൻസ് ഇപ്പൊ ഓക്കെ ആയി സാറേ. ഓക്കെ ആയില്ലേ? അപ്പൊ ഗുഡ് ഈവനിങ് എവരിബഡി. ഹലോ കേൾക്കാം സർ, തുടങ്ങിക്കോ. അപ്പോ സാധാരണ നിലയിൽ ഈ ക്രിമിനൽ ജുഡീഷ്യൽ സിസ്റ്റത്തെയൊക്കെ പറ്റി ലോ കോളേജുകളിലാണ്, കോടതികളിലും അഡ്വക്കേറ്റ്സിന്റെ ഇടയിലും ഒക്കെയാണ് ഒരു പ്രഭാഷണത്തിന് സ്കോപ്പ് ഉള്ളത്. പക്ഷെ മഹത്തായ എൻ്റെ തന്നെ പൂർവ്വ വിദ്യാലയത്തിൽ എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടിയത് ഒരു ജീവിതത്തിൽ തന്നെ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. കാര്യം ഈ ലീഗൽ പ്രൊഫഷനിലേക്ക് വരാൻ തന്നെ എന്നെ പ്രേരിപ്പിച്ച ഒട്ടേറെ സംഭവങ്ങൾ ഈ കൊല്ലം SN കോളേജ് കേന്ദ്രീകരിച്ചാണ് നടന്നത്. എൻ്റെ പ്രിയങ്കരനായ സഹോദരൻ, ഞങ്ങളുടെ ഇളയ സഹോദരൻ ഡോക്ടർ സുനിൽകുമാറാണ് ഇപ്പോഴത്തെ പ്രിൻസിപ്പല്. അദ്ദേഹം ഇവിടെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഈ വെബിനാറിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് തന്നെ അടിയന്തരാവസ്ഥയുടെ ആ കാളരാത്രികളെ കുറിച്ചാണ്. നമ്മുടെ പൗരാവകാശങ്ങളെല്ലാം തന്നെ നിഷേധിച്ച് രാജ്യത്തെ ജനങ്ങളുടെ കൈയും കാലും വരിഞ്ഞു കെട്ടി കൽത്തുറുങ്കിൽ അടച്ചുകൊണ്ടുള്ള ഒരു വളരെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു പ്രഖ്യാപനം എക്സിക്യൂട്ടീവ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ രണ്ടാമത്തെ ദിവസം ശാരദാമഠത്തിന്റെ മുമ്പിൽ നിന്നും എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. തുടർന്ന് പിന്നെ ശ്രീമതി ഗാന്ധി അടിയന്തരാവസ്ഥയുടെ 1-ാം വാർഷികത്തിന് കേരളം സന്ദർശിച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകളെ വീണ്ടും കരുതൽ തടങ്കലിൽ അറസ്റ്റ് ചെയ്തു. അപ്പോഴും അന്നത്തെ ഒരു വിദ്യാർത്ഥി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ അനവധി കേസുകളിൽ പ്രതിയാവുകയും SN കോളേജ് എന്ന് ഒരു പ്രക്ഷോഭ സമര കേന്ദ്രമായി. അതിലൂടെ ഉണ്ടായ ഒട്ടേറെ അനുഭവങ്ങളാണ് ലീഗൽ പ്രൊഫഷനിലേക്ക് ചേരണം എന്നുള്ളൊരു ചേതോവികാരത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത്. അത് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ബഹുമാന്യനായ പ്രിൻസിപ്പലും ബഹുമാന്യരായ അധ്യാപകരും എല്ലാം ഇവിടെ പ്രതീക്ഷിക്കുന്നത് ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണം. തീർച്ചയായിട്ടും ഈ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ പരാമർശിക്കുമ്പോൾ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥ എന്നുള്ളത് സംബന്ധിച്ചൊരു ഒരു ആമുഖം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, we are following the adversarial system of jurisprudence. Adversarial system of jurisprudence ആണ് നമ്മൾ പിന്തുടരുന്നത് എന്ന് പറഞ്ഞാൽ, ശരിയായ സിമ്പിളായിട്ടുള്ള മലയാളത്തിൽ അത് പറഞ്ഞാൽ, രണ്ട് ഭാഗവും കേട്ട് ജഡ്ജി തീരുമാനമെടുക്കും. ആ രണ്ട് ഭാഗവും കേട്ട്, രണ്ട് വാദമുഖങ്ങളും കേട്ട് നിഷ്പക്ഷനായിട്ടുള്ള ഒരു ജഡ്ജി തന്റെ മുമ്പിൽ വരുന്ന കേസുകളെ സംബന്ധിച്ച് തീരുമാനമെടുക്കും. ഇതാണ് ആധുനിക ഇന്ത്യൻ ക്രിമിനൽ ജുഡീഷ്യൽ സിസ്റ്റത്തിന്. ഈ സിസ്റ്റത്തിന്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, നിങ്ങൾക്കെല്ലാം അറിയാം. നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതിപ്പിടിപ്പിച്ച ഭരണഘടനയുടെ ഉള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. 395 ആർട്ടിക്കിളും അതുപോലെ തന്നെ 8 ഷെഡ്യൂളും ഉള്ള മഹത്തായ രാജ്യം. ആ ഭരണഘടന ആണ് നമ്മുടെ ഈ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം. അപ്പോ ഓഡിയൻസിന് ആരെയും കാണാൻ ഓഡിയൻസിന് കാണാൻ പറ്റില്ല സർ, ഞങ്ങൾക്ക് സാറിന് കാണാം. കുറച്ച് പാനലിസ്റ്റുകൾക്ക് കാണാൻ പറ്റും, ബാക്കിയുള്ളവർക്ക് അങ്ങോട്ട് കാണാം. അല്ല, 3-4 പേരെയൊക്കെ സാറിന് ലാപ്ടോപ്പ് ഇതിൽ മൊബൈലിൽ കാണാൻ പറ്റും. പാനലിസ്റ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ മതി. മനോജ് സാറിന് കാണാൻ പറ്റും. കാണാം. സാർ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് മനോജ് സാർ? കെമിസ്ട്രി.
മറ്റേ ടീച്ചർ ജിഷ ടീച്ചർ ഞാൻ സുവോളജി ആണ് സർ, സുവോളജി. ഓ, അപ്പൊ നമ്മുടെ ഹ്യൂമനിസ്റ്റ് ഡിസിപ്ലിനിലുള്ള ആരും ഇല്ല ഇതിനകത്ത് ഇല്ലേ? ഉണ്ട് സർ, അത്രയും കൊമേഴ്സിൽ അനിൽ politics സാർ ഉണ്ട്, ഒത്തിരി പേരുണ്ട്, ഉണ്ട്. ഒത്തിരി ടീച്ചേഴ്സ് ഉണ്ട്. പൊളിറ്റിക്സ് ഹിസ്റ്ററിയും എല്ലാവരും ഉണ്ട്. ഹിസ്റ്ററി, ഇക്കണോമിക്സ്, അപർണ ഉണ്ട് ഇക്കണോമിക്സ്. അല്ല, ജഡ്ജിമാരെ ഹിസ്റ്ററിയിലുള്ള അധ്യാപകർ. ജഡ്ജിമാരുടെ ഏറ്റവും കൂടുതൽ സയൻസ് ഗ്രൂപ്പിൽ നിന്ന് വരുന്ന ആളുകളാണ് ജഡ്ജി സെലക്ഷൻ കിട്ടുന്നതിൽ കൂടുതലും ബഹുഭൂരിപക്ഷം. ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മുടെ ഈ കൊല്ലത്ത് നിന്നുള്ള 2 ജഡ്ജിമാർ ഇപ്പൊ ഹൈക്കോടതിയിലുണ്ട്, സിറ്റിംഗ് ജഡ്ജിമാർ. ഒന്ന് രാജാ വിജയരാഘവൻ, നിങ്ങൾക്കറിയാം, അദ്ദേഹം എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്, അതിനുശേഷം LLBക്ക് പോയാലാണ്. മറ്റൊന്ന് ജസ്റ്റിസ് PB സുരേഷ് കുമാർ, അദ്ദേഹം എനിക്ക് തോന്നുന്നു ഫാത്തിമ കോളേജിലെ സയൻസ് സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അത് ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മള് ക്രിമിനൽ ജുഡീഷ്യൽ സിസ്റ്റത്തെ കുറിച്ചുള്ള നമ്മുടെ ഇന്നത്തെ ഈ വിഷയം പ്രസന്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ലേശം പുരാതന ഭാരതത്തിലെ, അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നമ്മുടെ രാജ്യത്തെ ക്രിമിനൽ ജുഡീഷ്യൽ സിസ്റ്റത്തെ കുറിച്ച് പ്രതിപാദിക്കാതെ നമുക്ക് പോകാൻ കഴിയില്ല. ഒരല്പം ചരിത്രം, ആ അല്പം ചരിത്രത്തിലേക്ക് കടക്കുമ്പോൾ പ്രിയമുള്ളവര്, മനുസ്മൃതി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആ മനുസ്മൃതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിലെ നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം, അതിന്റെ ശിക്ഷാവിധിയും നടപടിക്രമങ്ങളും നടന്നുകൊണ്ടിരുന്നത്. അതായത് പുരാതന ഭാരതത്തില് ഈ മനുസ്മൃതിയുടെ അടിസ്ഥാനത്തിലുള്ള കുറ്റവും ശിക്ഷയും വിധിക്കപ്പെട്ടിരുന്ന കാലഘട്ടത്തില് അതിന്റെ ആ സോഴ്സ് ഓഫ് ലോ, നിയമത്തിന്റെ ഉറവിടം രാജഭക്തിയും അതുപോലെ തന്നെ രാജനീതിയും രാജധർമ്മവുമായി, എല്ലാം രാജാവിൽ നിക്ഷിപ്തമായിരുന്നു. അതിനെ മയൂരധർമ്മം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. മയൂരധർമ്മം, മയൂരം അതിന്റെ വർണ്ണമനോഹരമായ വർണ്ണശബളമായ പീലി നിവർത്തി അന്തരീക്ഷത്തിൽ നിറഞ്ഞ് നൃത്തം ചെയ്യുമ്പോൾ അതിനെയാണ് ആ നീതിയുടെ വിതരണത്തോട്, നീതിയും ന്യായവും വിതരണം ചെയ്യുന്നതിനോടുകൂടി പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ മയൂര നൃത്തത്തിലൂടെയുള്ള ന്യായവിതരണം, നീതി വിതരണം പ്രായോഗികമായി പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ ശിക്ഷയും അതിന്റെ വിധിന്യായവും ഒക്കെ ജാതീയമായ വർണ്ണ വിവേചനത്തിന്റെ അടിസ്ഥാനത്തിലായി. നിങ്ങൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, ഏറ്റവും താണജാതിക്കാരൻ ശിക്ഷ ഒരു കുറ്റകൃത്യം ചെയ്താൽ അവർ കടുത്ത ശിക്ഷ നൽകിയിരുന്നു പ്രാചീന കാലത്ത്. അതേസമയം അതേ കുറ്റകൃത്യം ഒരു മുന്നോക്ക ജാതിക്കാരൻ ചെയ്താൽ അതൊരു കുറ്റമേ അല്ലായിരുന്നു, അല്ലെങ്കിൽ ചെറിയ ശിക്ഷ, ലഘുവായ ശിക്ഷ നൽകിയിരുന്നു. അതങ്ങോട്ട് വികസിച്ച് അവസാനം ബ്രാഹ്മണർ കുറ്റം ചെയ്താൽ കുറ്റമേ അല്ലാതായി. ബ്രാഹ്മണൻ ഈവൻ 2 കൊലക്കേസ് കമ്മിറ്റ് ചെയ്താൽ പോലും, 2 കൊലക്കേസിൽ ഗൗരവതരമായിട്ടുള്ള 2 കൊലക്കേസ് ചെയ്താൽ പോലും അയാളെ വെറുതെ വിട്ടിരുന്നു. 3ാമത്തെ കൊലക്കേസ് ചെയ്താൽ മാത്രമേ ബ്രാഹ്മണനെ എന്ത് ചെയ്യൂ, തലമുണ്ടനം ചെയ്ത് കഴുതപ്പുറത്ത് കയറ്റി അയാളുടെ തല പിടിച്ചിട്ട് കഴുതയുടെ വാലിനോട് അഭിമുഖമായി ചേർത്ത് നിർത്തിയിട്ട് നഗരപ്രദക്ഷിണം നടത്തിയിരുന്നു. ഇതായിരുന്നു അയാളുടെ മാക്സിമം ശിക്ഷ. ഈ ശിക്ഷാവിധികളെല്ലാം പ്രിയമുള്ളവര് കൗടില്യന്റെ കാലമായപ്പോഴേക്കും, അർത്ഥശാസ്ത്രം എഴുതിയ കൗടില്യനെ നിങ്ങൾക്കെല്ലാം പറഞ്ഞു. പ്രാചീന ജൂറിസ്റ്റാണ് കൗടില്യൻ. 2700 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ അദ്ദേഹത്തിന്റെ അർത്ഥശാസ്ത്രത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഫിംഗർ പ്രിന്റിനെ കുറിച്ച്, വിരലടയാളത്തെ കുറിച്ച് അന്നേ പരാമർശമുണ്ട്. അപ്പൊ ശാസ്ത്രവും സാങ്കേതിക വിദ്യയൊന്നും വികസിക്കാത്ത കാലത്താണ് ഈ കൗടില്യൻ ഇതിനെക്കുറിച്ച് എഴുതിയിരുന്നത്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, അപ്പോ കൗടില്യൻ ഈ നിയമങ്ങളെല്ലാം കോഡിഫൈ ചെയ്തു, ഒരു കോഡാക്കി മാറ്റി. ആ കൗടില്യന്റെ കാലഘട്ടത്തില് അന്നും രാജനീതി തന്നെയായിരുന്നു. രാജാവിനെ അധിക്ഷേപിക്കാൻ പാടില്ല, രാജഭക്തി വേണം, രാജഭക്തിയിൽ നിന്ന് വേറിട്ട് പോയാൽ രാജശാസനയ്ക്കിട വരും. അങ്ങനെ വരുമ്പോൾ രാജാവിനെ നിന്ദിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്താൽ ആ ബ്രാഹ്മണനെ ജലാശയത്തിൽ മുക്കിക്കൊല്ലും. ഇത് എഴുതി വെച്ചു. ഇതായിരുന്നു കൗടില്യന്റെ കാലഘട്ടത്തിലെ നിയമം. ഇനി അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വീണ്ടും വന്നാൽ കൗടില്യന്റെ കാലഘട്ടത്തിലെ നിയമവും അതുപോലെ മനുസ്മൃതിയും എല്ലാം കൂടി ചേർത്തായിരുന്നു
നമ്മുടെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിന്റെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ കാലത്തെ കുറ്റവും ശിക്ഷയും. നമുക്കറിയാം, ഇന്ന് കാണുന്ന നിയമങ്ങളെല്ലാം ലോർഡ് മെക്കാളെ പ്രഭു എഴുതിയുണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അത്യാവശ്യം വേണ്ടുന്ന സിവിൽ സർവൻസിനെയും അവരുടെ കച്ചവട താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കുറ്റവും ശിക്ഷയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ക്രിമിനൽ പ്രൊസീജിയർ കോഡുമായിരുന്നു ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, അന്ന് 1955 വരെ നിയമപുസ്തകത്തിൽ നിന്ന് മാറ്റി നിർത്തിയ ഒരു നിയമം ഉണ്ടായിരുന്നു. അതായത് 1909 ഈ കുട്ടി കുറ്റവാളികൾക്കും അതുപോലെ തന്നെ സ്ഥിരം കുറ്റവാളികൾക്കുമായിട്ട് ഒരു ശിക്ഷാ സമ്പ്രദായം നമ്മുടെ രാജ്യത്ത് നിലനിന്നു. അത് 1955 മാറ്റിയത്. അതായത് ചമ്മട്ടി പ്രഹരം എന്നായിരുന്നു അതിന്റെ പേര്. ചമ്മട്ടി പ്രഹരം. എന്തായിരുന്നു ഈ ചമ്മട്ടി പ്രഹരത്തിന്റെ പ്രത്യേകത? കുറ്റവാളിയുടെ പൃഷ്ഠഭാഗത്ത് അടിക്കുക എന്നുള്ളതാണ്. അത് തന്നെ മുക്കാലി കെട്ടിയാണ് അടിക്കുന്നത്. കാര്യം കുട്ടി കുറ്റവാളിയാണെങ്കിൽ 15 അടിയേ അടിക്കാൻ പാടുള്ളൂ. അടിക്കുന്നത് പൃഷ്ഠഭാഗത്തിന്റെ മേളിലോ താഴെയോ ആകാൻ പാടില്ല. അതുകൊണ്ട് മുക്കാലിയിൽ കെട്ടിയിട്ടാണ് ഈ ശിക്ഷ നടപ്പാക്കിക്കൊണ്ടിരുന്നത്. കുട്ടി കുറ്റവാളിക്ക് 15 അടിയാണെങ്കിൽ പ്രായപൂർത്തിയായ സ്ഥിരം കുറ്റവാളിയായിട്ടുള്ള ആളുകളിന് 31 അടി പാടില്ല. ഇതായിരുന്നു ആ കാലഘട്ടത്തിൽ. അത് സ്വാതന്ത്ര്യത്തിനൊക്കെ ശേഷമാണ് നമ്മുടെ രാജ്യത്ത് അത്തരം ശിക്ഷാവിധികളൊക്കെ നിർത്തിയത്. ഇനി നമുക്ക് പിന്നീട് നമ്മുടെ ക്രിമിനൽ ജുഡീഷ്യൽ നിയമത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, നമ്മൾ ഫോളോ ചെയ്യുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അഡ്വേഴ്സറിയൽ സിസ്റ്റം ഓഫ് ജൂറിസ്പ്രുഡൻസ് ആണ്. ഈ അഡ്വേഴ്സറിയൽ സിസ്റ്റം ഓഫ് ജൂറിസ്പ്രുഡൻസ് കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി നമ്മൾ പിന്തുടരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു. ഈ അഡ്വേഴ്സറിയൽ സിസ്റ്റത്തിൽ എന്താണെന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഒരു 5 ഏജൻസികൾ നമ്മുടെ ഈ അഡ്വേഴ്സറിയൽ സിസ്റ്റം ഓഫ് ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിലുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു, ഇന്ത്യൻ ഭരണഘടനയാണ് ഇതിന്റെ ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷന്റെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡുണ്ട്, ക്രിമിനൽ നടപടി നിയമം. ഈ ക്രിമിനൽ നടപടി നിയമത്തില് ഏതാണ്ട് 511 സെക്ഷനുകളുണ്ട്. ആ സെക്ഷനുകളിൽ നമ്മുടെ പൗരാവകാശങ്ങൾ നിർണയിച്ചിരിക്കുന്നു. കുറ്റവും ശിക്ഷയും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനം, ഇപ്പൊ ഉദാഹരണമായിട്ട്, ഒന്ന് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ പലരും നമ്മളെല്ലാവരും സിനിമയിലും സീരിയലിലും കാണുന്ന നടപടിക്രമങ്ങളല്ല യഥാർത്ഥത്തിൽ ഈ നമ്മുടെ നീതിന്യായ കോടതികളിൽ നടക്കുന്നത്. നീതിന്യായ കോടതികളിൽ നടക്കുന്ന ആ നടപടിക്രമങ്ങൾ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ക്രിമിനൽ ജുഡീഷ്യൽ സിസ്റ്റത്തിലെ 5 ഏജൻസികൾ എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനം ഒന്ന് ലാ എൻഫോഴ്സ്മെന്റ് ഏജൻസി. ലാ എൻഫോഴ്സ്മെന്റ് ഏജൻസി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, പോലീസിന്റെ ചുമതല എന്താണ്? കോഗ്നൈസബിൾ ഒഫൻസുകൾ അന്വേഷിക്കുക, കണ്ടുപിടിക്കുക. എന്താണ് കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് നേരിട്ട് അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റം, ഗ്രേവ് ക്രൈം. എന്റെ മുമ്പിൽ വെച്ച് ഒരു കിഡ്നാപ്പിംഗ് നടക്കുന്നു, എന്റെ മുമ്പിൽ വെച്ചൊരു ഒരു കൊലപാതകം നടക്കുന്നു, അങ്ങനെയുള്ള ഗ്രേവ് ക്രൈം. ആ ഗ്രേവ് ക്രൈമിൽ വാറണ്ട് ഇല്ലാതെ തന്നെ പോലീസുകാരനെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം. അത്തരം കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് ക്രൈം രജിസ്റ്റർ ചെയ്യുക. CRPC 154 വകുപ്പ് അനുസരിച്ച് നമ്മൾ ഒരു കോഗ്നൈസബിൾ ഒഫൻസിനെ സംബന്ധിച്ച്, ഒരു ഗ്രേവ് ക്രൈമിനെ സംബന്ധിച്ച് ഒരു ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദ പോലീസ് സ്റ്റേഷനോട് നമ്മൾ മൊഴി കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ക്രൈം രജിസ്റ്റർ ചെയ്യും, FIR എടുക്കും, നമ്മളെ മൊഴി വായിച്ചു കേൾപ്പിക്കും, നമ്മൾ ശരിയാണെന്ന് സംബന്ധിച്ച് ഒപ്പിട്ട് കൊടുക്കും, നമുക്ക് അതിന്റെ കോപ്പി ഫ്രീ ആയിട്ട് തരും. അപ്പൊ ക്രൈം രജിസ്ട്രേഷൻ ലാ എൻഫോഴ്സ്മെന്റ് ഏജൻസിയുടെ ഭാഗം. അത് കഴിഞ്ഞാൽ ഈ ലാ എൻഫോഴ്സ്മെന്റ് ഏജൻസി എന്ത് ചെയ്യും? ആ ക്രൈമിന്റെ അടിസ്ഥാനത്തിൽ അവര് കേസ് അന്വേഷണത്തിലേക്ക് കടക്കും. CRPC 155, 156 വകുപ്പുകൾ പ്രകാരം പോലീസ് ഓഫീസർക്ക് അതിനുള്ള അധികാരാവകാശങ്ങളുണ്ട്. അങ്ങനെ അവര് അധികാരാവകാശങ്ങൾ നടത്തി ആ കേസിനെ സംബന്ധിച്ച ഫൈനൽ റിപ്പോർട്ട് കോടതി കൊടുക്കും. ഇനി അവിടെ തന്നെ ഒരു വ്യത്യാസമുണ്ട്. പോലീസിന് നേരിട്ട് എടുക്കാൻ കഴിയാത്ത താരതമ്യേന ചെറിയ കേസുകളുണ്ട്. ആ ചെറിയ കേസുകൾ, ഇപ്പം ഞാൻ നിങ്ങളെ ചീത്ത വിളിക്കുന്നു, ഒരു കൊച്ചു കേസാണ്.
അതല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരായിട്ട് ഒരു അപകീർത്തികരമായ സ്റ്റേറ്റ്മെന്റ് നടത്തും, അതൊരു കൊച്ചു കേസാണ്. അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ അന്യായ തടസ്സം ചെയ്യും, അതൊരു കൊച്ചു കേസാണ്. ഇത്തരം കേസുകളിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ കോടതിയുടെ വാറണ്ട് ഉണ്ടെങ്കിലേ പോലീസ് ഓഫീസർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും. കേസെടുക്കാം. കേസെടുത്തിട്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്യണമെങ്കിലും അന്വേഷണം നടത്തണമെങ്കിലും കോടതിയുടെ പ്രയർ പെർമിഷൻ ആവശ്യം. അപ്പൊ ഞാനിത് സൂചിപ്പിച്ചത് ലാ എൻഫോഴ്സ്മെന്റ് ഏജൻസി, പോലീസ് ക്രൈം എടുക്കുന്നു, അന്വേഷണം നടത്തുന്നു, കൃത്യസ്ഥല മഹസർ തയ്യാറാക്കുന്നു, ഫൈനൽ റിപ്പോർട്ട് ഹാജരാക്കുന്നു, ഇത് ചെയ്യുന്നു. ഇതാണ് ക്രിമിനൽ ജുഡീഷ്യൽ സിസ്റ്റത്തിലെ അടിസ്ഥാന ശിലയായിട്ടുള്ള ലാ എൻഫോഴ്സ്മെന്റ് ഏജൻസി, പോലീസ് ചെയ്യുന്നത്. മറ്റൊന്നുള്ള പ്രിയമുള്ളവരെ, ഈ പോലീസ് തയ്യാറാക്കുന്ന കേസുകൾ നമ്മൾ സ്റ്റേറ്റിന് വേണ്ടി പ്രോസിക്യൂഷൻ ഏജൻസി കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്നത്. എന്നെ പരിചയപ്പെടുത്തിയ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടാണ്. ഞാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ല, ഞാൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. അപ്പോ നമ്മുടെ പ്രോസിക്യൂഷൻ ഏജൻസി എന്ന് പറയുന്നത് 3 ടൈപ്പ് ഏജൻസീസ് ഉണ്ട്. ഒന്ന് റെഗുലർ പ്രോസിക്യൂട്ടിംഗ് ഏജൻസീസ്, APPs എന്ന് പറയും, APPമാർ. നിങ്ങൾക്കെല്ലാം അറിയാം, മജിസ്ട്രേറ്റ് കോടതിയിലെ ആണ് അവർ വർക്ക് ചെയ്യുന്നത്. മാക്സിമം പോയാൽ അവർക്ക് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഡെപ്യൂട്ടി ഡയറക്ടർ വരെയാകാം. അവർ റെഗുലർ പ്രോസിക്യൂട്ടിംഗ് ഏജൻസിയാണ്. നിങ്ങളെയൊക്കെ പോലെ തന്നെ സർക്കാരിന്റെ ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാരാണ്. പിന്നീട് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ, അത് 7 വർഷത്തിൽ കൂടുതൽ ബാർ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. അവര് കുറച്ചുകൂടി ജില്ലാ കോടതികളിലെ ഗ്രേവ് ക്രൈം, നേരത്തെ തെഫ്റ്റ്, റോബറി, ഡക്കോയിറ്റി, എക്സ്റ്റോർഷൻ, അബ്ഡക്ഷൻ, കിഡ്നാപ്പിംഗ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഗ്രേവ് ക്രൈം, അതാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. ഇനി അതും കഴിഞ്ഞിട്ട് എന്നെ പോലെയൊക്കെയുള്ള സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ. ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സർക്കാർ കാലാകാലങ്ങളിൽ നിശ്ചയിച്ചിട്ട് കുറെ കൂടി ഗ്രേവ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ എക്സ്പെർട്ടൈസ് ആവശ്യമുള്ള സീനിയർ ലോയേഴ്സിനെയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരായിട്ട് അപ്പോയിന്റ്. ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചത് നമ്മൾ ലാ എൻഫോഴ്സ്മെന്റ് ഏജൻസിയെ കുറിച്ച് ഞാൻ പറഞ്ഞു. ദെൻ പബ്ലിക് പ്രോസിക്യൂട്ടർമാരാണ് സ്റ്റേറ്റിന്റെ കേസ് കോടതികളിൽ പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തത് വരുന്നു ആരാണ്? ജഡ്ജി. ജഡ്ജി പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ്, കോമ്പിറ്റന്റ് ആയിട്ടുള്ള, ഇമ്പാർഷ്യൽ ആയിട്ടുള്ള ഒരു ഓഫീസറാണ്. ഒരു അമ്പയറാണ്, ക്രിക്കറ്റിലെ അമ്പയർ പോലെ. അതായത് നിഷ്പക്ഷമായിട്ട് നീതി നിർവഹിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളതാണ്. ഫേവറേറ്റിസം പാടില്ല, നെപ്പോട്ടിസം പാടില്ല, കറപ്ഷൻ പാടില്ല, ഫ്രീ ഓഫ് സസ്പിഷൻ ആയിരിക്കണം. അങ്ങനെയുള്ള ഇൻഡിപെൻഡന്റ് ആൻഡ് ഇമ്പാർഷ്യൽ ജഡ്ജ് ആയിരിക്കണം. കേസ് കേൾക്കേണ്ടത്. അപ്പോൾ പ്രോസിക്യൂഷൻ ഏജൻസി, പിന്നെ ലാ എൻഫോഴ്സ്മെന്റ് ഏജൻസി അവർ ജോലി ചെയ്യുന്നു, അവർ ചാർജ് ഫയൽ ചെയ്യുന്നു, ജഡ്ജിമാരത് കേൾക്കുന്നു. ഇനി പ്രതിയുണ്ടല്ലോ, പ്രതിയുടെ ഭാഗം, പ്രതിയെക്കെതിരായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കുറ്റപത്രം കൊടുത്തിരിക്കുകയാണല്ലോ പോലീസ് ഉദ്യോഗസ്ഥൻ. അപ്പോൾ പ്രതിയെ സമൻസ് അയച്ചു വരുത്തി കോടതിയിൽ വരും. അപ്പൊ പ്രതിഭാഗം വക്കീലന്മാർ വേണം, ഡിഫൻസ് അറ്റോർണീസ്. അവരുടെ കേസ് വാദിക്കാൻ, അവരുടെ ഭാഗം കേൾക്കാൻ ഡിഫൻസ് അറ്റോർണീസ് വേണം. അങ്ങനെ ഡിഫൻസ് അറ്റോർണീസ് അത് കഴിഞ്ഞ്, അപ്പം ഇത് ആയിക്കഴിഞ്ഞു, 2 ഭാഗവും കേട്ട് ഒന്നുകിൽ കേസ് ശിക്ഷിക്കുന്നു, അല്ലെങ്കിൽ വെറുതെ വിടുന്നു, ജഡ്ജ്മെന്റ് പാസ്സാക്കുന്നു. ശിക്ഷിക്കുകയാണെങ്കിൽ ഇനി അതിനൊരു സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. അതിന് ജയിലെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ അതിന്റെ പേരൊക്കെ മാറ്റി, ഇപ്പൊ കറക്ഷണൽ ഏജൻസീസ് എന്നാണ്. കാര്യം പുനരധിവസിപ്പിക്കുകയാണ്. കുറ്റവാളികളെ എല്ലാ കാലത്തേക്കും ഇതിലേക്ക് തള്ളിവിടുകയല്ല, കുറ്റകൃത്യങ്ങളിലേക്ക്. അവരെ പുനരധിവസിപ്പിച്ച് നമ്മുടെ നേരായ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും അവരെ പുനരധിവസിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ജയിൽ സംവിധാനം. പ്രിയമുള്ളവരെ, ഈ ഇന്ത്യൻ ക്രിമിനൽ ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ തൂണുകളാണ് ഞാൻ ഈ പറഞ്ഞ ലാ എൻഫോഴ്സ്മെന്റ് ഏജൻസി, പ്രോസിക്യൂട്ടർമാർ, ജഡ്ജിമാർ, ഡിഫൻസ് അറ്റോർണീസ് ആൻഡ് ജയിൽ. ഇതെല്ലാം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സംവിധാനമായി. ഈ സംവിധാനത്തിലെ ഇന്നത്തെ കുറെ സ്ഥിതിവിവര കണക്കുകൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത പോയിന്റിലേക്ക് കടക്കുകയാണ്. എന്താണ് ഇന്നത്തെ നമ്മുടെ ഒരു സ്ഥിതി? നമ്മുടെ രാജ്യത്തിന്റെ ജുഡീഷ്യറിയിൽ ജനങ്ങൾക്ക് ഓരോ ദിവസം കഴിയും തോറും വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ, കൂടിക്കൊണ്ടിരിക്കുകയാണോ? നമ്മുടെ ഇന്നത്തെ എൻ്റെ വിഷയത്തിന്റെ കാതലായ മറ്റു വശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന്,
നമ്മുടെ ഇന്നത്തെ കോടതികളുടെ ഒരു അവസ്ഥ നോക്കൂ. നമ്മുടെ രാജ്യത്തെ ഗ്രാമന്യായാലയ കോടതി മുതൽ മജിസ്ട്രേറ്റ് മുൻസിഫ് കോടതി മുതൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെയുള്ള നീതി നിർവഹണ മേഖലയിൽ ഇന്ന് 4.4 കോടി കേസുകൾ കെട്ടിക്കിടക്കും. 4.4 കോടി കേസുകൾ. നമ്മുടെ രാജ്യത്ത് 19,000-ഓളം ജില്ലാ കോടതികളും സബ് കോടതികളും നമ്മുടെ രാജ്യത്ത്. അതില് ആ കോടതികളിൽ ഉള്ള പെൻഡൻസി ഞാൻ പറയും. 1.9 കോടി കേസുകൾ ജില്ലാ കോടതികളിലും മറ്റു കോടതികളിലും കെട്ടിക്കിടക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യത്ത് 16 ഹൈക്കോടതികളുണ്ട്. നമ്മുടെ രാജ്യത്തെ ഹൈക്കോടതികളിൽ, വിവിധ സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതികളിൽ 16 ലക്ഷം കേസുകൾ കെട്ടിക്കിടക്കും. ഹൈക്കോടതികൾ നിങ്ങൾ മനസ്സിലാക്കണം, 23% കേസുകൾ 10 വർഷമായിട്ട് പെൻഡൻസി വിധി കാത്ത് കിടക്കുന്ന കേസുകളാണ്. 23% കേസുകൾ. 29% കേസുകൾ 2 മുതൽ 5 വർഷം വരെ പഴക്കമുള്ള കേസുകളാണ്. കീഴ്ക്കോടതികളിൽ 80% കേസുകളും ഏതാണ്ട് ആവറേജ് പറഞ്ഞാൽ 10 വർഷമൊക്കെ ശരാശരി വിചാരണ കാത്ത് കിടക്കുകയാണ്. നമ്മുടെ ജഡ്ജിമാരുടെ ഈ പോപ്പുലേഷൻ, ആ റേഷ്യോ നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. SN കോളേജിനെ പോലെ ഉള്ള കോളേജുകൾ ഈ വെബിനാർ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ പബ്ലിക്കിന്റെ ഒരു പൊതു താല്പര്യം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ്. നമ്മുടെ ഒരു കണക്കനുസരിച്ച് 10 ലക്ഷം ആളുകൾക്ക് നമ്മുടെ ഇന്ത്യയിലുള്ളത് 21 ജഡ്ജിമാർ. ഇന്ത്യയിലെ 10 ലക്ഷം ആളുകൾക്ക് അവരുടെ സിവിൽ ആയാലും ക്രിമിനൽ ആയാലും അങ്ങനെയുള്ള അവരുടെ ക്വസ്റ്റ്യൻ ഓഫ് ലോ, അവരിന്ന് ഡിസ്പ്യൂട്ട് വരുന്ന കേസുകൾ അഡ്ജുഡിക്കേറ്റ് ചെയ്യുവാനുള്ള ജഡ്ജിമാർ 10 ലക്ഷം ആളുകൾക്ക് 21 ജഡ്ജിമാരേ ഉള്ളൂ. അതേസമയത്ത് നമ്മൾ അമേരിക്കൻ ഐക്യനാടുകൾ നോക്കൂ, അവിടെ 10 ലക്ഷം പേർക്ക് 107 ജഡ്ജിമാരുണ്ട്. കാനഡയിലേക്ക് അത് വരുമ്പോൾ 75 ജഡ്ജിമാർ. പ്രിയമുള്ളവരെ, ഓസ്ട്രേലിയയിലേക്ക് അത് വരുമ്പോൾ 41 ജഡ്ജിമാർ. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ കോടതികളിലെ പെൻഡൻസി, കോടതികളിൽ വിചാരണ കാത്ത് കഴിയുന്ന ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് വരുന്ന തടവുകാർ, ജയിലുകളിൽ കഴിയുന്ന തടവുകാർ, നീതിയുടെ കിരണങ്ങൾക്ക് വേണ്ടി ദാഹിക്കുന്ന ആയിരക്കണക്കിന് കേസുകൾ വർഷങ്ങളോളം കെട്ടിക്കിടക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ നീതിന്യായ വ്യവസ്ഥയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസ്യതയെ ബാധിക്കുന്ന വിഷയം. അതെങ്ങനെ പരിഹരിക്കാം? കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും മുൻകൈയെടുത്താൽ മാത്രമേ ഈ വിഷയം തീരൂ. കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും കേന്ദ്ര ബഡ്ജറ്റിൽ നിന്നും നീതിന്യായ മേഖലയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത് വെറും 1% താഴെയുള്ള റവന്യൂ വരുമാനമാണ്. ആവശ്യത്തിന് കോടതികളില്ല, ആവശ്യത്തിന് ജഡ്ജിമാരില്ല, ആവശ്യത്തിന് കോടതികളിൽ ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങളില്ല. അങ്ങനെയുള്ള നിരവധി പരിമിതികൾ നമ്മുടെ രാജ്യത്ത് നടക്കും. ഇനി നമ്മുടെ രാജ്യത്തെ മറ്റു മേഖലകൾ എടുത്താൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മുടെ രാജ്യത്തിലെ പോലീസിന്റെ അതിക്രമങ്ങൾ, ഈ അതിക്രമങ്ങൾ നോക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളത് ആരാണ്? ജുഡീഷ്യറിയും. അവസാനത്തെ ഇന്റർപ്രിട്ടേഷൻ ജുഡീഷ്യറിയാണ്. അവസാനത്തെ ആശ്രയം എന്ന് പറയുന്നത് ജുഡീഷ്യറിയാണ്. അപ്പോ ആ അവസാനത്തെ ജുഡീഷ്യറിയിൽ ആശ്രയമായിട്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഏറ്റവും അവസാനത്തെ കണക്ക് നിങ്ങൾ നോക്കൂ. 96 2019 മാത്രം 1731 പേർ കസ്റ്റഡിയിൽ ഒന്നുകിൽ ജയിലിൽ അല്ലെങ്കിൽ ലോക്കപ്പിൽ മരിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച്, ഏറ്റവും പുതിയ സ്റ്റാറ്റിസ്റ്റിക്സ്, 96 ആളുകൾ ഇന്ത്യ രാജ്യത്ത് വർഷം തോറും ലോക്കപ്പിൽ ഇഞ്ചായി മരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഈ അടുത്ത കാലത്ത് തന്നെ തൂത്തുക്കുടിയില് ജയരാജൻ ഫെനിക്സ് എന്ന് പറയുന്ന ഈ കൊറോണ കാലഘട്ടത്തിൽ ഏതാണ്ട് മൊബൈൽ കട നടത്തുന്നത് സമയം അതിക്രമിച്ച് രാത്രി നടത്തി എന്ന് പറഞ്ഞ് പോലീസുകാർ പോയി ഇടിച്ചു കൊലപ്പെടുത്തി. അമേരിക്കൻ ഐക്യനാടുകളിൽ ജോർജ് ഫ്ലോയിഡ് എന്ന് പറയുന്ന മനുഷ്യനെ വംശീയ വെറിമൂത്ത പോലീസുകാരന്മാർ മൃഗീയമായി കൊലപ്പെടുത്തിയപ്പോൾ
ഇപ്പോൾ ആ കേസിന്റെ വിചാരണ നടന്ന് ഇപ്പോൾ ശിക്ഷ കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിക്കുകയുണ്ടായി. അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹം ടെലിവിഷനിലൂടെ ഈ മുഴുവൻ കോടതി പ്രൊസീഡിങ്സുകളും വാച്ച് ചെയ്തതായിട്ടാണ് പത്രങ്ങളിൽ വന്ന റിപ്പോർട്ട്. അപ്പൊ അത് അവിടെ ഉണ്ടാക്കിയ സംഭവം നമ്മുടെ രാജ്യത്തും നിരവധി വിഷയങ്ങൾ ക്രിമിനൽ നീതിന്യായ മേഖലയിൽ ഉണ്ടാക്കിയെന്ന് ഞാൻ പറയുമ്പോ നമ്മുടെ രാജ്യം ഈ ശാരീരിക പീഡനങ്ങൾക്കെതിരായിട്ടുള്ള ആന്റി ടോർച്ചർ ലോയിൽ ഇന്റർനാഷണൽ ട്രീറ്റിയിൽ ഒപ്പിട്ട രാജ്യമാണ്. പക്ഷേ ആന്റി ടോർച്ചർ ലോയിൽ ഇന്റർനാഷണൽ സാർവദേശീയ കരാറിൽ ഒപ്പിട്ടിട്ടുള്ള രാജ്യമാണെങ്കിലും വേണ്ടത്ര നിയമ ഭേദഗതികൾ നമ്മുടെ രാജ്യത്ത് ഇതേവരെ വന്നിട്ടില്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ പോലീസ് ഓഫീസർമാർ തേർഡ് ഡിഗ്രി മെത്തേഡ്സ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ അന്യായമായിട്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടാക്കുമ്പോൾ അവര് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ പോലും നമ്മുടെ രാജ്യത്ത് അവർക്ക് പരിരക്ഷ നൽകുന്ന ചില വകുപ്പുകൾ 197 പോലുള്ള വകുപ്പുകൾ നമ്മുടെ CRPC-യിലും ക്രിമിനൽ നിയമത്തിലുമുണ്ട്. ഈ കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ സർക്കാരിന്റെ പ്രയർ പെർമിഷൻ ആവശ്യമാണ്. അതാണ് നമ്മുടെ രാജ്യത്തുള്ള ഒരു വിലങ്ങുതടി. ഞാനിത് സാന്ദർഭികമായി ഇവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഐക്യരാഷ്ട്രസഭയുടെ കൺവെൻഷൻ അതിൽ ആന്റി ടോർച്ചർ ലോയിൽ ഒപ്പിട്ട ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പറഞ്ഞിട്ട് പോലും ആവശ്യമായിട്ടുള്ള നിയമ നടപടികളിലേക്ക് കിടക്കാൻ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞില്ല. അത് ഞാൻ സ്വാഭാവികമായിട്ടൊന്ന് പറഞ്ഞെന്നുള്ളത്. ഇനിയിപ്പോ നമ്മുടെ ക്രിമിനൽ നടപടി നിയമത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കുക. അപ്പൊ അത് ഞാൻ പെട്ടെന്ന് സമയം കുറവായതുകൊണ്ട് പരിമിതമായിട്ട് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുക. പ്രധാനമായിട്ടും നമ്മുടെ ഈ ക്രിമിനൽ നടപടി നിയമത്തിലെ പ്രതിയുടെ അവകാശം, അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആരാണ് പ്രതി, എന്തിനാണ് അയാളെ അറസ്റ്റ് ചെയ്യുന്നത്, അതാണ് ആദ്യമുള്ള നമ്മുടെ വിഷയം. ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് ദ ഓബ്ജക്ട് ഓഫ് അറസ്റ്റ് ഓഫ് ആൻ അക്യൂസ്ഡ്, അദ്ദേഹത്തിന്റെ അറസ്റ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം അയാളെ നിയമത്തിന്റെ മുന്നിൽ വിചാരണ നടത്തുന്നതിന് വേണ്ടി അയാളുടെ പ്രസൻസ് കിട്ടണം. ഇത്രയേ ഉള്ളൂ. അത് ജാമ്യം നമ്മൾ കേട്ടിട്ടുണ്ട്, നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവുമല്ലോ ജാമ്യം. വാട്ട് ഈസ് ദ പർപ്പസ് ആൻഡ് ഓബ്ജക്ട് ഓഫ് ബെയിൽ? ഓൺലി ടു പ്രൊക്യൂർ ദ അറ്റൻഡൻസ് ഓഫ് ദ അക്യൂസ്ഡ് ഫോർ ഫേസിംഗ് ട്രയൽ. അതിനുവേണ്ടി മാത്രമാണ് ഇവിടെ എല്ലാം ജാമ്യത്തിന്റെ പേരിൽ പ്രീ ട്രയൽ ഡീറ്റൻഷൻ കോടതികൾ നടത്താറുണ്ട്. അത് തന്നെ നിങ്ങളെ കേസെല്ലാം നാളെ വെറുതെ വിട്ടു, എന്നാ ശരി ഇത്ര കാലം നിങ്ങൾ കിടക്കട്ടെ എന്ന് പറയുന്ന അങ്ങനെയുള്ള ഒരു രാജ്യത്തെ നമ്മുടെ പ്രതിയുടെ അവകാശങ്ങളെ കുറിച്ചാണ് നമ്മുടെ മഹത്തായ ക്രിമിനൽ നടപടി നിയമം പറയുന്നത്. ഒന്ന്, അയാൾക്കെതിരായി ഫയൽ ചെയ്തിരിക്കുന്ന കുറ്റത്തെക്കുറിച്ച് അറിയാനുള്ള അയാളുടെ വാട്ട് ഈസ് ദ സ്പെസിഫിക് അലിഗേഷൻ അഗൻസ്റ്റ് ദ അക്യൂസ്ഡ് ആൻഡ് the knowledge of the accusation against him. നമുക്ക് നിയമത്തിൽ രണ്ട് തരം കുറ്റങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗൗരവതരമായ മേജർ ഗ്രേവ് ക്രൈം ആൻഡ് മൈനർ ക്രൈം. ആ ഗ്രേവ് ക്രൈം ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉദാഹരണമായിട്ട് കൊലക്കേസ്, അല്ലെങ്കിൽ കിഡ്നാപ്പിംഗ്, അല്ലെങ്കിൽ റോബറി, അല്ലെങ്കിൽ ഡക്കോയിറ്റി, അല്ലെങ്കിൽ എക്സ്റ്റോർഷൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യം, അതിനകത്ത് കോടതികൾ കൃത്യമായിട്ട് പോലീസ് തയ്യാറാക്കുന്ന പോലീസ് റെക്കോർഡുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കുറ്റപത്രം തയ്യാറാക്കണം. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കുറ്റപത്രം, ചാർജ് ഫ്രെയിം ചെയ്യണം. കോടതിയുടെ ജോലിയാണ്. അത് പ്രതിയെ വായിച്ചു കേൾപ്പിക്കണം. നിങ്ങൾ ഈ കുറ്റം ചെയ്തിട്ടുണ്ടോന്ന് അയാളോട് ചോദിക്കണം. ഇല്ലെന്ന് അയാൾ പറയുകയാണെങ്കിൽ അയാളെ കൊണ്ട് ഒപ്പിടിച്ചിട്ട് കുറ്റം തെളിയിക്കാനുള്ള നടപടികളിലേക്ക്. അതേസമയത്ത് പ്രിയമുള്ളവരെ, മൈനർ ആയിട്ടുള്ള ട്രയലാണ് നടക്കുന്നതെങ്കിൽ, മൈനർ കുറ്റകൃത്യങ്ങളാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഫോർമലായിട്ടുള്ള ഒരു അക്യൂസേഷന്റെ ആവശ്യമേ ഉള്ളൂ. കൃത്യമായ ഒരു കുറ്റപത്രം തയ്യാറാക്കേണ്ട കാര്യമില്ല. ഉദാഹരണം, ചിന്നക്കടയിൽ നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി, പരിക്ക് പറ്റി, അതൊരു മൈനർ ആയിട്ടുള്ള ഒരു കേസാണ്. അതിനകത്ത് ആ പർട്ടിക്കുലേഴ്സ് ഓഫ് ദി ഒഫൻസ് നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറ്റം സമ്മതിക്കാം. ആ കുറ്റം സമ്മതിക്കുന്നതിന് നിങ്ങൾ കോടതി പോകേണ്ട കാര്യമില്ല. ബൈ സ്പീഡ് പോസ്റ്റിലോ അല്ലെങ്കിൽ സാധാരണ പോസ്റ്റിലോ നിങ്ങൾ അയച്ച് ഞാൻ കുറ്റം സമ്മതിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് അതിന്റെ പഴയ വാങ്ങിച്ചിട്ട് നിങ്ങൾ കിട്ടണം. അപ്പൊ അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇന്ത്യൻ ക്രിമിനൽ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ നിങ്ങൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യത്തെ സംബന്ധിച്ചിട്ടുള്ള ആ
ചാർജ് ഫ്രെയിം ചെയ്തിരിക്കണം, നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചിരിക്കണം. രണ്ടാമത്തത്, നിങ്ങൾക്ക് പരസ്യ വിചാരണ, ഓപ്പൺ ട്രയലിന് അവകാശം ഇന്ത്യയിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. സെക്ഷൻ 327 പ്രകാരം എല്ലാ ഹിയറിംഗും പരസ്യമായിട്ട് നടത്തണം. ജഡ്ജി ഓറൽ ഹിയറിംഗ് അവിടെ പരസ്യമായിട്ട് നടത്തണം. വാദി പറയുന്നതും പ്രതി പറയുന്നതും എല്ലാം പബ്ലിക്കിന് പോലും കേൾക്കാനുള്ള അവകാശം. പക്ഷേ ഇതിനൊരു അപവാദമുണ്ട്. നിങ്ങൾക്കറിയാം, റേപ്പ് കേസുകളിൽ, അതുപോലെ തന്നെ സെക്ഷൽ ഒഫൻസ്, ലൈംഗികമായ പീഡനം വരുന്ന കേസുകളിൽ, ആ കേസുകളിലെല്ലാം ഇരയ്ക്ക്, വിക്ടിമിന് ആവശ്യപ്പെടാം, കോടതിയോട് ആവശ്യപ്പെടാം, ഈ കേസ് എന്നെ രഹസ്യമായിട്ട് പ്രൊസീഡിങ്സ് നടത്തണം. ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് എന്നാണ് പറയുന്നത്, രഹസ്യ വിചാരണ. പല കേസുകളിലും രഹസ്യ വിചാരണ ആവശ്യപ്പെടാറുണ്ട്, കോടതിയായിട്ട് തന്നെ ചെയ്യാറുണ്ട്. അത് നമ്മുടെ ക്രിമിനൽ നടപടി നിയമത്തിലുള്ള ഒരു 327(2) എന്ന് പറയുന്ന ഒരു വകുപ്പ് പ്രകാരം. പിന്നീട് നിങ്ങളെ ഒരാളിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അറസ്റ്റ് ചെയ്യുന്ന പ്രതിക്ക് അഭിഭാഷകനെ വെക്കാനുള്ള അവകാശം CRPC പ്രകാരമുണ്ട്. യു ക്യാൻ അപ്പോയിന്റ് എ ലോയർ ഓഫ് യുവർ ഓൺ ചോയ്സ്. നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള ഒരു വക്കീലിനെ വെക്കാം. നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലായിട്ട് ഇൻട്രോഗേഷൻ അന്വേഷണം നടക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു വക്കീലിനെ വെക്കാൻ 304 പ്രകാരമുള്ള അവകാശം. മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 22 പ്രകാരം അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് കൂടിയാണ്, അടിസ്ഥാനപരമായിട്ടുള്ള മൗലികമായിട്ടുള്ള ഒരു അവകാശമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കോടതികളിലെ എക്സ്പെഡീഷ്യസ് ട്രയൽ, കാലതാമസമില്ലാത്ത വിചാരണ. ഡിലേഡ് ജസ്റ്റിസ് ഇസ് ഡിനൈഡ് ജസ്റ്റിസ് എന്നാണല്ലോ ആപ്തവാക്യം. അപ്പോ ഒരു ഫെയർ ട്രയൽ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ട് കാലതാമസമില്ലാത്ത വിചാരണ നടത്തുന്നു. ആ കാലതാമസമില്ലാത്ത ഒരു വിചാരണ എന്ന് പറയുമ്പോൾ ഞാൻ ഓർമ്മ വരുന്നത്, നിങ്ങൾക്കെല്ലാം അറിയാം, വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കേസ്. ഞാനൊക്കെ SN കോളേജിൽ പഠിക്കുന്ന സമയത്ത് നടന്ന കേസാണ്. അന്നത്തെ കേന്ദ്ര റെയിൽവേ മന്ത്രിയായിരുന്ന LN മിശ്രയെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തി. അതിൽ പാറ്റ്നയിൽ 33 വർഷം കഴിഞ്ഞിട്ടാണ് അതിന്റെ വിചാരണ. അപ്പൊ അതിലെ പ്രതികൾ കോടതിയിട്ട് പോയി പറഞ്ഞു, ഇത് വർഷങ്ങളായിട്ട് നടക്കുന്ന കേസാണ്, ഇത് ഡിലേഡ് ജസ്റ്റിസ് ആണ്. സുപ്രീം കോടതി ആ വാദമെല്ലാം തള്ളിക്കളഞ്ഞു. അപ്പൊ അതിനകത്ത് പ്രോസിക്യൂഷൻ അന്വേഷണം നടത്തി ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാൻ കാലതാമസം വന്നത് മറ്റ് സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് മരിച്ച ആളിനോടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിനോടുള്ള നീതി നിഷേധിക്കുവാൻ ഈ കോടതിക്കാവില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ ഡിലേ കൺട്രോൾ ചെയ്യുവാൻ കോടതി തയ്യാറായി. ഇനി നിയമവിരുദ്ധമായിട്ടുള്ള അറസ്റ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നമുക്കെല്ലാം SN കോളേജിലൊക്കെ എപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഇപ്പോഴെല്ലാം സമരവീര്യമൊക്കെ പുതിയ പ്രിൻസിപ്പൽമാരെല്ലാം കെടുത്തി കളഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു സമര അങ്ങനെ ഒരു സമര യൗവനമൊന്നും ഇപ്പൊ അവിടെ കാണാനില്ല. അപ്പോ നിയമവിരുദ്ധമായ അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം. ഇനി ആ അറസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അറസ്റ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ സംരക്ഷണം നമുക്ക് ക്രിമിനൽ നടപടി നിയമത്തിലും പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഭരണഘടനയിലും പറയുന്നു. നിങ്ങളെ ഒരു പോലീസ് ഓഫീസർ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം പാലിക്കേണ്ട കൃത്യങ്ങൾ അല്ലെങ്കിൽ കടമകൾ DK ബോസ് വേഴ്സസ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന കേസിൽ കൃത്യമായിട്ട് പറയും. നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്ന ആള് കൃത്യമായിട്ട് ബാഡ്ജ് ധരിച്ചിരിക്കണം, ഒരു യൂണിഫോം ഇട്ട പോലീസ് ഓഫീസർ ആയിരിക്കണം, അയാളുടെ കയ്യിൽ വാറണ്ട് ഉണ്ടായിരിക്കണം. ഇനി വാറണ്ട് ഇല്ലെന്ന് ആദ്യമാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന്റെ അടുത്ത് കസ്റ്റഡിയിൽ ഹാജരാക്കണം, വിത്തൗട്ട് എനി ഡിലേ. അദ്ദേഹത്തിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ള 24 മണിക്കൂറിനകത്ത് അത് ഒഴിവാക്കിയാണ്. അങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യുന്ന ആളിനെ കൊണ്ട് അറസ്റ്റ് കാർഡിൽ ഒപ്പിടിയിക്കണം, ഒരു സാക്ഷിയെ കൊണ്ട് ഒപ്പിടിയിക്കണം. അറസ്റ്റിന്റെ വിവരം, ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ്, എന്ത് കാരണത്താലാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്തത്, ഈ വിവരം കൃത്യമായി നിങ്ങളെ ബോധ്യപ്പെടുത്തണം. സെക്ഷൻ 50 പറയുന്നതാണ്. അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഇനി അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് ഒരു ലീഗൽ പ്രാക്ടീഷണറുടെ സഹായം ആവശ്യപ്പെടാം. കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ സമയത്ത് ഒരു വക്കീലിന്റെ സഹായം ആവശ്യപ്പെടാം. ഇനി നിങ്ങളെ കോടതിയിൽ ഹാജരാക്കിയാൽ ആ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് നിങ്ങൾക്കെതിരായിട്ടുള്ള കേസിന്റെ ഒരു സംക്ഷിപ്ത രൂപം പോലീസ് സ്റ്റേഷനിലുള്ള GD എൻ്റർ ചെയ്തതിന് ശേഷം
അതിന്റെ ഒരു സംക്ഷിപ്ത രൂപം ചേർത്തിട്ടാണ് കോടതിയിൽ കൊടുക്കേണ്ടത്. അതാണ് റിമാൻഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, റിമാൻഡ് റിപ്പോർട്ട് സഹിതം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി എന്നൊക്കെ പറയുന്നു. ആ റിമാൻഡ്, that is the sum and substance of the so far investigation conducted by the police officer. ഇനി അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും പ്രതിക്ക് അവകാശങ്ങളുണ്ട്. അയാൾ ബന്ധുവിനെ അറിയിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ആ സ്ഥലത്തെ ഒരു വോളണ്ടറി ഓർഗനൈസേഷനെ അറിയിക്കണം. ഇതെല്ലാം ചെയ്യണം. അതിനുശേഷം ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ അടുത്ത് അയാളെ കൊണ്ടുപോയി ഹാജരാക്കണം. അയാളുടെ ദേഹപരിശോധന നടത്തണം. അതിനുശേഷം മജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊണ്ടുപോകാവൂ. എന്തിനാണ്? രണ്ട് കാര്യങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇയാൾ ഈ കുറ്റകൃത്യം ചെയ്തിട്ടില്ലെങ്കിൽ അത് തെളിയിക്കാൻ. രണ്ട്, അയാളുടെ ഭാഗത്ത് അയാളുടെ ശാരീരികമായി എന്തെങ്കിലും തരത്തിലുള്ള ബോഡിലി ഇഞ്ചുറി, ഹാം, അസാൾട്ട് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോടതിക്ക് ബോധ്യപ്പെടാം. അതുകൊണ്ട് സെക്ഷൻ 54 പ്രകാരവും സെക്ഷൻ 55A പ്രകാരവും ക്രിമിനൽ നടപടി നിയമം ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ അടുത്ത് കൊണ്ടുപോയി കാണിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ അറസ്റ്റുകൾ ചെയ്യേണ്ടത്. അതിനെ സംബന്ധിച്ചൊക്കെ സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻ ഉണ്ട്. ഈ ഗൈഡ് ലൈൻ എല്ലാം ലംഘിച്ചാൽ തീർച്ചയായിട്ടും അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബന്ധപ്പെട്ട കോടതികളെ സമീപിക്കാവുന്നതാണ്. ആ അറസ്റ്റ് തന്നെ ഇല്ലീഗലാണ്. ഇനി മറ്റൊന്ന്, നിങ്ങളെ അറസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ജാമ്യത്തിനുള്ള അവകാശം, ബെയിൽ. ആ ബെയിൽ രണ്ട് തരത്തിലുള്ള ബെയിലുണ്ട്. ഒന്ന്, സാധാരണ നിലയിൽ ജാമ്യം കിട്ടുന്ന വകുപ്പ്, അത് 436 ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. ആ 436 വകുപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് ജാമ്യം കിട്ടുന്നതെല്ലാം ഷെഡ്യൂളിൽ CRPC പറയുന്നുണ്ട്. കിട്ടുന്ന വകുപ്പ്, കിട്ടാത്ത വകുപ്പ്, അതെല്ലാം ഷെഡ്യൂളിൽ പറയും. ജാമ്യം കിട്ടുന്ന വകുപ്പാണെങ്കിൽ മജിസ്ട്രേറ്റ് ആയാലും കോടതി ആയാലും ഡിസ്ക്രിപ്ഷൻ ഉപയോഗിക്കാൻ പാടില്ല. ജാമ്യക്കാരുണ്ടെങ്കിൽ ജാമ്യം എഴുതി വെച്ച് വിട്ടു. ദാറ്റ്സ് എ റൈറ്റ്, സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ്. അതേസമയത്ത് നോക്കൂ, നോൺ ബെയിലബിൾ ഒഫൻസ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഗൗരവതരമായ കുറ്റകൃത്യങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ജാമ്യത്തിന് അർഹതയില്ല. 437 വകുപ്പ് പ്രകാരം നിങ്ങൾക്ക് അതിന് അർഹതയില്ല. പക്ഷേ സ്ത്രീകള്, കുട്ടികള്, അങ്ങനെയുള്ള 16 വയസ്സിൽ താഴെയുള്ളവര്, സിക്ക് ഇൻഫോം പേഴ്സൺ, അങ്ങനെയുള്ള ആളുകൾക്ക് ജാമ്യത്തിനുള്ള അർഹതയില്ല. അപ്പൊ അവിടെ കോടതി നോക്കുന്നത് പ്രൈമ ഫേസി നിങ്ങൾ ഈ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള അവൈലബിൾ റെക്കോർഡ്സ് പോലീസ് ഹാജരാക്കിയിട്ടുണ്ടോ, അങ്ങനെ കുറച്ച് മാനദണ്ഡങ്ങൾ, അതിന്റെ ഗ്രാവിറ്റി ഓഫ് ദ ക്രൈം, ഇൻഫ്ലുവൻസ്, അങ്ങനെയല്ല വിചാരണ നടത്തിയാൽ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടോ, ഇതെല്ലാം കൂടെയൊക്കെ നോക്കിയിട്ടാണ്. അതില് തീർച്ചയായിട്ടും വിവേചനാധികാരവും മജിസ്ട്രേറ്റിനും ജഡ്ജിക്കും പോലീസ് ഓഫീസർക്കും എല്ലാം വിവേചനാധികാരം. പക്ഷെ ആ വിവേചനാധികാരം തോന്നുന്ന പോലെ ഉപയോഗിക്കാൻ പറ്റില്ല. മജിസ്ട്രേറ്റ് ആയാലും ജഡ്ജായാലും പോലീസ് ഓഫീസർ, the discretion has to be exercised on a sound legal principle. ശക്തമായിട്ടുള്ള നിയമ പ്രാബല്യത്തോടു കൂടി മാത്രമേ ആ വിവേചന അധികാരങ്ങൾ ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ. ഇനി മറ്റൊരു വിഭാഗമുണ്ട്. അത് ഈ അടുത്ത കാലത്ത് ഡെവലപ്പ് ചെയ്തതാണ് മുൻകൂർ ജാമ്യം, ആന്റിസിപ്പേറ്ററി ബെയിൽ. ആ ആന്റിസിപ്പേറ്ററി ബെയിലിലേക്കും ഞാൻ ദീർഘമായിട്ട് സമയമില്ലാത്തതുകൊണ്ട് കടക്കുന്നില്ല. അത് നോൺ ബെയിലബിൾ ഒഫൻസിൽ, ജാമ്യമില്ലാത്ത ഒരു കേസിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യുമെന്ന്, ഇഫ് യു ആർ ഹാവിംഗ് എ റീസണബിൾ ആപ്രിഹെൻഷൻ ദാറ്റ് യു വിൽ ബി അറസ്റ്റഡ് ഇൻ എ നോൺ ബെയിലബിൾ മാറ്റർ, നോൺ ബെയിലബിൾ കേസ്, യു ക്യാൻ അപ്രോച്ച് either the district court or the high court with an anticipatory bail application. ആന്റിസിപ്പേറ്ററി ബെയിലുമായിട്ട് നിങ്ങൾക്ക് അവിടെ പോകാം. അതിനകത്ത് പറയുന്നത് ആന്റിസിപ്പേറ്ററി ആയിട്ട് മുൻകൂർ നിങ്ങളെ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ, അറസ്റ്റ് ചെയ്താൽ ആ സമയം നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലീസ് ഓഫീസർ ആവശ്യമായ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ, ചോദ്യം നടത്തി വല്ല റിക്കവറി വല്ലതും നടത്താനുള്ള കത്തിയോ മറ്റു കാര്യങ്ങളോ ആയുധങ്ങളോ വല്ലോ കണ്ടെടുക്കാനുണ്ടെങ്കിൽ അതുമെല്ലാം കണ്ടെടുത്തിട്ട് അദ്ദേഹം ജാമ്യത്തിൽ വിടും. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ജാമ്യത്തിനുള്ള അവകാശം നമ്മുടെ ക്രിമിനൽ ജുഡീഷ്യൽ വ്യവസ്ഥയിലുള്ള ഒരു പ്രധാനമായിട്ടുള്ള കാര്യം. മറ്റൊന്ന്, അട്രോഫീസ് അക്വിറ്റ് ആൻഡ് അട്രോഫീസ് കൺവിക്ട് എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഓഫ് ഡബിൾ ജിയോപാഡി. പൊളിറ്റിക്സിലുള്ള BA-ക്കാർക്കെല്ലാം പഠിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരേ കുറ്റത്തിന് അയാളെ രണ്ടാമതും വിചാരണ ചെയ്യാൻ പാടില്ല. ഒരു കുറ്റവാളിയെ ഒരു കേസിൽ നമ്മൾ പ്രതിയാക്കി വിചാരണ നടത്തി അയാളെ ഒന്നുകിൽ വെറുതെ വിടുകയോ അല്ലെങ്കിൽ ശിക്ഷിക്കുകയോ ചെയ്താൽ അതേ സെയിം സെറ്റ് ഓഫ് ഫാക്ട്സിൽ അയാളെ വീണ്ടും വിചാരണ നടത്താൻ പാടില്ല. ഡോക്ടർ ഓഫ് ഡബിൾ ജിയോപാഡി.
ഞാൻ ചുരുക്കി പറഞ്ഞു പോവുകയാണ്. അതുപോലെ തന്നെ അതിന് CRPC-യിൽ 300 വകുപ്പുണ്ട്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷനുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അവകാശം പ്രതിക്കുള്ളത് സ്വയമേയ ഡോണ്ട് കമ്പൽ ടു ഗീവ് ഹിം എവിഡൻസ് അഗൻസ്റ്റ് ഹിസ് ഓൺ ഇൻട്രസ്റ്റ്. സ്വന്തം താല്പര്യത്തിന് വിരുദ്ധമായിട്ട് നിങ്ങൾ അയാളെ കൊണ്ട് പിന്നെ ഇത് തെളിവെടുക്കാൻ പാടില്ല. അതിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു കേസുണ്ട്, അരിസോണ വേഴ്സസ് മിരാൻഡ എന്ന് പറയുന്ന അമേരിക്കൻ കോടതികളിൽ ഡിസ്കസ് ചെയ്യപ്പെട്ട കേസാണ്. അരിസോണ എന്ന് പറയുന്നത് അമേരിക്കൻ ഐക്യനാടിലെ ഒരു ഹൈക്കോടതിയുടെ പേരാണ്. മിരാൻഡ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്രതിയുടെ പേരാണ്. ആ മിരാൻഡയെ കിഡ്നാപ്പിങ്ങിനും റേപ്പിനുമാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്തിട്ട് അമേരിക്കൻ ഫെഡറൽ പോലീസ് കൊണ്ടുപോയി കസ്റ്റഡിയിൽ വെച്ച് കണ്ടമാനം ചോദ്യം ചെയ്തു. എന്നിട്ട് അയാളിൽ നിന്ന് കുറ്റസമ്മത മൊഴി റെക്കോർഡ് ചെയ്തു. ആ കുറ്റസമ്മത മൊഴി റെക്കോർഡ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവർ അരിസോണ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ അയാളെ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മിരാൻഡയെ ശിക്ഷിക്കുകയുണ്ടായി. പക്ഷേ പ്രിയമുള്ളവരെ, US സുപ്രീം കോടതി നമ്മളെ പോലെ കണ്ടമാനം ജഡ്ജിമാർ അവിടെ ഇല്ല. ഇവിടെ 37-38 സുപ്രീം കോടതി ജഡ്ജിമാരുള്ളപ്പോൾ അവിടെ ആകെ 9 ജഡ്ജിമാരോ 11 ജഡ്ജിമാരോ ആണ്. അതിനകത്ത് 5 ജഡ്ജിമാരുടെ ഭൂരിപക്ഷ വിധി, 4 ജഡ്ജിമാർ വ്യത്യസ്തമായ നോട്ട് എഴുതി. പറഞ്ഞു അമേരിക്കൻ പോലീസ് കാണിച്ചത് നിയമവിരുദ്ധമാണ്. എന്തുകൊണ്ട്? അമേരിക്കൻ നിയമം അനുസരിച്ചും നമ്മളിപ്പോ ഫോളോ ചെയ്യുന്ന നിയമം അനുസരിച്ചും ഒരു പ്രതിക്ക് മൗനിയായി നിൽക്കാനുള്ള അവകാശം. പോലീസ് ചോദ്യം ചെയ്താൽ അയാൾക്ക് റൈറ്റ് ഓഫ് സൈലൻസ് ഉണ്ട്. പക്ഷെ അവിടെ എക്സ്ട്രാക്ട് ചെയ്ത് കുറ്റസമ്മത മൊഴിയെടുത്ത് കുറ്റസമ്മത മൊഴിയുടെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് മിരാൻഡയെ അരിസോണ ഹൈക്കോടതി ശിക്ഷിച്ചത്. അത് അമേരിക്കൻ സുപ്രീം കോടതി റദ്ദാക്കുകയുണ്ടായി. അതിനുശേഷം പ്രിയമുള്ളവര്, ആ നിയമത്തിന്റെ സാരാംശം നമ്മൾ ഇന്ത്യൻ ജൂറിസ്പ്രുഡൻസിലേക്ക് നമ്മൾ എടുത്തു. അങ്ങനെയാണ് നമ്മുടെ ഇവിടെയും റൈറ്റ് ഓഫ് സൈലൻസ് ഉള്ളത്. നമുക്കിപ്പോ ഒരു പ്രതിക്ക് എതിരായിട്ടുള്ള ഒരു കുറ്റകൃത്യം കോടതിയിൽ വന്നാൽ അയാൾക്ക് നിശബ്ദനായി നിൽക്കാൻ ഉള്ള അവകാശമുണ്ട്. പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് ഉള്ളതുപോലെ അത് മറ്റൊരു ആസ്പെക്റ്റ് ആണ്. പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് നിങ്ങൾക്കെല്ലാം അറിയാം. എനിക്ക് തോന്നുന്നു എൻ്റെ ബ്രദർ അദ്ദേഹത്തിന്റെ സന്ദേശത്തിലൂടെ അതിനെക്കുറിച്ച് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് പറയുന്ന ആ തത്വം പറയുന്നത് പോലെ തന്നെ പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് എല്ലാ ക്രിമിനൽ കേസുകളുടെയും വിചാരണ തുടങ്ങുമ്പോൾ കോടതിക്ക് ഒരു പ്രിസംപ്ഷൻ ഉണ്ട്. ആ പ്രിസംപ്ഷൻ എന്ന് പറയുന്നത് അൺലെസ് ആൻഡ് അണ്ടിൽ ഹിസ് ഗിൽറ്റി ഹാസ് ബീൻ പ്രൂവ്ഡ് ബൈ എ കോമ്പിറ്റന്റ് കോർട്ട് ഹി ഈസ് ഇന്നസെന്റ്. ഒരു നീതിന്യായ കോടതി അയാളെ ശിക്ഷക്കാരനാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നത് വരെ അയാൾ നിരപരാധി. അപ്പൊ അതുപോലെ നമ്മുടെ ഒരു നീതിന്യായ കോടതിയിൽ കയറി നിൽക്കുന്ന ഒരു കുറ്റവാളിക്ക് അയാൾക്ക് നിശബ്ദനായി നിൽക്കാനുള്ള അവകാശമുണ്ട്, റൈറ്റ് ഓഫ് സൈലൻസ്. ആ റൈറ്റ് ഓഫ് സൈലൻസ് അത് നമ്മൾ ഈ അമേരിക്കൻ ഫെഡറൽ കോർട്ടിൽ നിന്നും നമ്മൾ ആ അരിസോണ വേഴ്സസ് മിരാൻഡ എന്ന് പറയുന്ന കേസിൽ നിന്നും നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ കടമെടുത്തിട്ടുള്ളതാണ്. ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഈ സ്വന്തമായിട്ട് ഒരാൾക്ക് പോലും അയാൾക്കെതിരായിട്ട് തെളിവ് കൊടുക്കാൻ പാടില്ല എന്നെല്ലാം പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും DNA ടെസ്റ്റ് നടത്താം. DNA ടെസ്റ്റ് നടത്താം, രക്തവും അദ്ദേഹത്തിന്റെ സ്വെറ്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടെടുക്കാം. അതിനൊന്നും ഒരു തടസ്സമില്ല. അതൊന്നും കമ്പൽഷൻ അല്ല, നിർബന്ധിതമായിട്ട് എടുക്കുന്നതല്ല. അതേസമയം നോക്കൂ, അതേസമയത്ത് ഇപ്പോ നാർക്കോ അനാലിസിസ് ടെസ്റ്റ് നടത്തുന്നു, അല്ലെങ്കിൽ ബ്രെയിൻ മാപ്പിംഗ് നടത്തുന്നു, അല്ലെങ്കിൽ പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തുന്നു. ഇതിനെല്ലാം തീർച്ചയായിട്ടും പ്രതിയുടെ കൺസെന്റ് ആവശ്യം, അല്ലെങ്കിൽ അത് ടെസ്റ്റിമോണിയൽ കമ്പൽഷനായി. ആ ടെസ്റ്റിമോണിയൽ കമ്പൽഷൻ അല്ലാതെയുള്ള കേസുകളാണ് ഇപ്പൊ DNA ടെസ്റ്റ് അങ്ങനെയുള്ളതാണ്. അത് ഞാൻ സാന്ദർഭികമായി പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഫെയർ ട്രയൽ ഉറപ്പുവരുത്തും, ന്യായമായ വിചാരണ, ഫെയർ ട്രയൽ. എന്താണ് ഫെയർ ട്രയൽ? ആ ഫെയർ ട്രയൽ എന്ന് പറയുന്നത് എല്ലാ പരിഷ്കൃത രാജ്യങ്ങളും അവരവരുടെ രാജ്യത്തെ, നമ്മുടെ രാജ്യത്തുള്ള ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പോലെ ഓരോ രാജ്യത്തും ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഉണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അമേരിക്ക, കാനഡ, UK, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ നമ്മുടെ എല്ലാം നിയമങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഭരണഘടനയിൽ we have incorporated, enshrined in our constitution these provisions.
അപ്പോ ഇതൊരു സാർവദേശീയമായ മനുഷ്യാവകാശമാണ്, മനുഷ്യാവകാശ നിയമമാണ് ന്യായമായ വിചാരണ നടത്തുക എന്നുള്ളത്. അപ്പോ ആ വിചാരണയ്ക്ക് നമ്മുടെ രാജ്യത്ത് ഫെയർ ട്രയൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കൃത്യമായിട്ടുള്ള കുറ്റപത്രം കൊടുക്കുന്നു, ആ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിചാരണ നടത്തുന്നു. സാക്ഷികളെ വിസ്തരിക്കുന്നതെല്ലാം പ്രതിയുടെ സാന്നിധ്യത്തിലായിരിക്കണം. ആ സാക്ഷികളെ വിസ്തരിച്ചു കഴിഞ്ഞാൽ ചീഫ് വിസ്താരമുണ്ട്, ചീഫ് വിസ്തരിക്കാം പ്രോസിക്യൂട്ടർക്ക്, പ്രതിഭാഗം വക്കീലിന് ക്രോസ് വിസ്തരിക്കാം. ഇനി ക്രോസ് വിസ്താരത്തിൽ എന്തെങ്കിലും അംബിക്വിറ്റി ഉണ്ടെങ്കിൽ ഇവിടുത്തെ പ്രോസിക്യൂട്ടർമാർക്ക് റീവിസ്താരം നടത്താം. ഇതെല്ലാം നമ്മുടെ രാജ്യത്തുണ്ട്. ഇതിനാണ് ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് അഡ്വേഴ്സറിയൽ സിസ്റ്റം ഓഫ് ജൂറിസ്പ്രുഡൻസ്. രണ്ട് ഭാഗവും കേട്ട് ജഡ്ജി തീരുമാനിക്കും. നോക്കൂ, നിങ്ങൾ ഫ്രാൻസിലേക്ക് നോക്കൂ. ഫ്രാൻസിൽ ഇൻക്വസ്റ്റോറിയൽ സിസ്റ്റമാണ്. ആ ഇൻക്വസ്റ്റോറിയൽ സിസ്റ്റത്തിൽ ജഡ്ജിയും പ്രോസിക്യൂട്ടറുമാണ് എല്ലാം ചെയ്യുന്നത്. അവിടെ തെളിവെടുക്കുന്നതും ജഡ്ജിയാണ്, അന്വേഷണം നടത്തുന്നതും ജഡ്ജിയാണ്, വിസ്തരിക്കുന്നതെല്ലാം പ്രോസിക്യൂട്ടർമാരാണ്. അങ്ങനെയുള്ള ഒരു വ്യത്യാസമാണ് ഇൻക്വസ്റ്റോറിയൽ സിസ്റ്റത്തിലുള്ളത്. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഫ്രാൻസിനെ പോലെയല്ല, തീർത്തും നമ്മൾ അഡ്വേഴ്സറിയൽ സിസ്റ്റം ഓഫ് ജൂറിസ്പ്രുഡൻസ്. പക്ഷെ നമ്മുടെ അഡ്വേഴ്സറിയൽ സിസ്റ്റം ഓഫ് ജൂറിസ്പ്രുഡൻസിന് ഒരു അപാകതയുള്ളത് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ചൂണ്ടിക്കാണിച്ചു. അവർ ക്രിമിനൽ ജുഡീഷ്യൽ സിസ്റ്റം ഈസ് നോട്ട് വിക്ടിം ഓറിയന്റഡ്. വിക്ടിമിന് അല്ലെങ്കിൽ ഇരകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥ അല്ല എന്നാണ് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ഇതിനെക്കുറിച്ച്, നമ്മുടെ ഈ നീതിന്യായ വ്യവസ്ഥയെ കുറിച്ച് പറഞ്ഞു. പറയാനുള്ള കാര്യം എന്താ? ആഡിക്വേറ്റ് ആയിട്ടുള്ള കോമ്പൻസേഷൻ കൊടുക്കാനുള്ള വകുപ്പില്ല. ഉണ്ട്, ഇല്ലെന്നല്ല. CRPC-യിലെ 357-ാം വകുപ്പിൽ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള കേസാണ് 110 പേര് മരിച്ച പരവൂർ പുറ്റിങ്ങൽ ട്രാജഡി. ആ പുറ്റിങ്ങൽ ട്രാജഡി വിചാരണ തുടങ്ങിയിട്ടില്ല. സ്വാഭാവികമായിട്ടും 750 പേർക്ക് കൈയും കാലും കണ്ണും എല്ലാം നഷ്ടപ്പെട്ട വലിയ ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ദുരന്തമായി. ആ ദുരന്തത്തിൽ സ്വാഭാവികമായിട്ടും ഈ മരിച്ചുപോയ 110 പേരുടെ ആശ്രിതർക്കും അതുപോലെ ജീവിച്ചിരിക്കുന്ന ഹതഭാഗ്യരായിട്ടുള്ള ആളുകൾക്കും ആഡിക്വേറ്റ് കോമ്പൻസേഷൻ, ഫെയർ കോമ്പൻസേഷന് നമ്മുടെ രാജ്യത്ത് നിയമമുണ്ട്. പക്ഷേ അത് ഒരു ഫലപ്രദമായ നിയമമാണ് എന്ന് പറയാൻ പറ്റില്ല. വിചാരണയുടെ അന്ത്യത്തിൽ കോടതിക്ക് തോന്നുകയാണ് ഫൈനും കൂടെ അടിക്കണം. ഇപ്പൊ കൊലക്കേസ് വന്നാൽ ആ കൊലക്കേസിനോടൊപ്പം കൊലക്കേസ് കണ്ടെത്തി സാധാരണ കോടതികൾ 50,000 രൂപ പിഴയും, അല്ലെങ്കിൽ ഒരു 10,000 രൂപ പിഴ, അല്ലെങ്കിൽ 1,00,000 രൂപ പിഴ, ഇങ്ങനെയാണ് പറയുന്നത്. അത് ഫൈൻ ഒടുക്കുന്ന കേസുകളിൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് പിഴ ഇരക്ക് കിട്ടാൻ അർഹത. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ലോ കമ്മീഷന്റെ തന്നെ റെക്കമെൻഡേഷൻ, നമ്മുടെ രാജ്യത്ത് ഒരു ഇഫക്റ്റീവായ നിയമം ഇതിനു വേണ്ടി വേണോ? കാര്യം ആർട്ടിക്കിൾ 39 അനുസരിച്ച് അത് 42nd അമെന്റ്മെന്റിൽ വന്നിട്ടുള്ള കാര്യം, ഭരണഘടനാ ഭേദഗതി. സംസ്ഥാന നിയമസഭകൾക്ക് ഇതിനാവശ്യമായിട്ടുള്ള നിയമനിർമ്മാണം നടത്താം. ഇതിലും അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ലീഗൽ എയ്ഡിന്റെ കാര്യത്തിൽ കോടിക്കണക്കിന് ആളുകൾ കേസ് കെട്ടിക്കിടക്കുന്നു, ആയിരക്കണക്കിന് ആളുകൾ വിചാരണ കാത്ത് ജയിലുകളിൽ കിടക്കുന്നു. അവർക്ക് ന്യായമായിട്ടുള്ള നീതി ഉറപ്പുവരുത്താൻ പലപ്പോഴും ഇൻഡിജന്റ് ആയിട്ടുള്ള കുടുംബങ്ങളാണ്. അവർക്ക് സർക്കാർ ചെലവിൽ നീതി നിർവഹണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അഭിഭാഷകരെ വെച്ചുകൊടുക്കാനും അതിന്റെ ചെലവ് നടത്താനും കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു എനാക്ട്മെന്റ് വേണമെന്ന് ലോ കമ്മീഷനും പറഞ്ഞിട്ടുണ്ട്, കേന്ദ്ര ഗവൺമെന്റും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഇതും നമ്മുടെ ഒരു നിയമവ്യവസ്ഥയുടെ ഒരു ദൗർബല്യമോ അല്ലെങ്കിൽ ആഡിക്വേറ്റ് കോമ്പൻസേഷൻ കൊടുക്കാൻ ക്രിമിനൽ കോടതികളിൽ ഇന്നുള്ള വ്യവസ്ഥകൾ പര്യാപ്തമല്ല. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇനി നമ്മുടെ മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇനി നമ്മുടെ രാജ്യത്തിന്റെ ഈ പറയുന്ന കേസുകളുടെ ഒരു സ്ഥിതി നമുക്ക് നോക്കാം. ഇപ്പൊ കൊലക്കേസുകളുടെ ഒരു കൺവിക്ഷൻ റേറ്റ്, എന്തുകൊണ്ട് കൊലക്കേസുകളും റേപ്പ് കേസുകളും എല്ലാം വെറുതെ വിട്ടുപോകുന്നു നിങ്ങൾ മനസ്സിലാക്കണം. കേസ് റൈപ്പായി വിചാരണ നടക്കുന്ന സമയത്ത് ഈ റേപ്പിൽ അല്ലെങ്കിൽ സെക്ഷൽ ഒഫൻസിലെ വിക്ടിം വന്നിട്ട് പറയുകയാണ് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല, പ്രതി കുറ്റം ചെയ്തിട്ടില്ല, ഞാനന്ന് തെറ്റിദ്ധരിച്ച് മൊഴി കൊടുക്കുക. മനസ്സിലായില്ലേ? വിചാരണയാകുമ്പോഴേക്ക്
പലതരത്തിലും വിക്ടിമിനെ സ്വാധീനിക്കപ്പെടുകയാണ്. ഒന്നുകിൽ പോലീസ്, അല്ലെങ്കിൽ ബന്ധുക്കൾ, അല്ലെങ്കിൽ പ്രതിഭാഗ അഭിഭാഷകർ, ഇതെല്ലാം കൂടെ ചേർന്ന് പല രൂപത്തിലുള്ള ക്യുമുലേറ്റീവ് ഇഫക്റ്റിലൂടെ ഇര അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് മൊഴി കൊടുക്കേണ്ട ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥ ഇന്ന് നീതിന്യായ വ്യവസ്ഥയിൽ കാണും. അതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയെല്ലാം കോടതികൾ ആ ഇരയുടെ രക്ഷകനായി എത്തണം. കോടതികൾ നിഷ്പക്ഷവും, അതായത് ക്രിമിനൽ കോടതികളെ കുറിച്ച് ഇന്ത്യൻ സുപ്രീം കോടതി പറഞ്ഞത് എന്താണ്? ഇന്ത്യയിലെ ക്രിമിനൽ കോടതികൾ they are taking an effective role in the administration of justice. They cannot act as a mere spectator. They cannot act as a mere spectator in the justice delivery system, but they have to act very actively in the participatory adjudicatory process. അതായത് ജഡ്ജിമാര് ഈ നിയമ വ്യാഖ്യാന മേഖലയില് നിശബ്ദരായ കാഴ്ചക്കാരായിരിക്കാൻ പാടില്ല. നീതിന്യായ വ്യവസ്ഥയിൽ നീതി ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അതിനകത്തൊരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉള്ളവരായി അവർ മാറണം എന്നാണ് പറഞ്ഞത്. അപ്പോ നമ്മുടെ ഇന്നത്തെ കേസുകളുടെ നിരക്കെടുത്തു കഴിഞ്ഞാൽ 50% കൊലക്കേസുകൾ മാത്രമാണ് ശിക്ഷിക്കപ്പെടുന്നത്. അതിൽ തന്നെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വിചാരണ ചെയ്യുന്ന കേസുകൾ. കാരണം അത്രയും നല്ലൊരു സംവിധാനമാണ് നമ്മുടെ ഈ കേരളത്തിലുള്ളത്. ബീഹാറിലൊക്കെ ആണെങ്കിൽ 6%. 100 കൊലക്കേസുകൾ ചാർജ് ചെയ്യപ്പെട്ടാൽ 6 പേരെയാണ് അവിടെ ശിക്ഷിക്കുന്നത്. 94% വെറുതെ വിടുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2001-ലും 2018-നും ഇടയ്ക്ക് ഉണ്ടായിട്ടുള്ള കസ്റ്റഡി മരണങ്ങളെ കുറിച്ചെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു. ആ നിലയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ക്രിമിനൽ ജുഡീഷ്യൽ സിസ്റ്റം, ഇന്ന് നിലനിൽക്കുന്ന ക്രിമിനൽ ജുഡീഷ്യൽ സിസ്റ്റം, ഒരുപാട് പരിമിതികൾ ആ സിസ്റ്റത്തിനുണ്ടെങ്കിൽ പോലും ഒരു സിസ്റ്റം എന്നുള്ള നിലയിൽ കുറ്റമറ്റ ഒരു നീതിന്യായ നിർവഹണ പ്രക്രിയയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് എന്ന് പറയുവാൻ എൻ്റെ കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. തീർച്ചയായിട്ടും ഒരു മുഖവുരയായിട്ട് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് ഇപ്പൊ പറയാനുള്ളത്. ഞാനിവിടെ ചൂണ്ടിക്കാണിച്ച ഏതെങ്കിലും കാര്യങ്ങളെ സംബന്ധിച്ച്, ഈ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയെ സംബന്ധിച്ച് ഏതെങ്കിലും കാര്യമായ സംശയങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇനിയുള്ള സമയം അതിനുവേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ഇത്തരം ഒരു മുഖവുരയ്ക്ക് ഇവിടെ നടത്തുവാൻ അവസരം ചെയ്ത എൻ്റെ പൂർവ്വ കലാലയത്തിലെ ബഹുമാന്യരായ അധ്യാപകരോടും വിശിഷ്യ ഇതിൻ്റെ പ്രിൻസിപ്പലായിട്ടുള്ള എൻ്റെ പ്രിയ സഹോദരനോടും ഇതിന് മുൻകൈയെടുത്തിട്ടുള്ള പ്രൊഫസർ ജിഷയോടും മനോജ് സാറിനോടും ഒക്കെ ഉള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇത് നിങ്ങളുടെ ചർച്ചയ്ക്ക് വേണ്ടി വിടുകയാണ്. അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉന്നയിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കഴിയുന്ന മറുപടികൾ പറയാൻ തയ്യാറാണ് എന്നുകൂടി അറിയിക്കും. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. സാർ, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ബോക്സ് ഉണ്ട് അതില്. അതിൽ 6 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സാറിന് കാണാൻ പറ്റുന്നുണ്ടോ അതോ ഞങ്ങൾ വായിച്ചു തരുന്നു? ഓരോ ചോദ്യങ്ങളായിട്ട് വായിക്കണമെങ്കിൽ വായിക്കാം. സാർ, ആദ്യത്തെ ചോദ്യം അമൽ ഹുസൈൻ്റെതാണ്. സർ, അമൽ ഹുസൈൻ, സർ, if one take a photo from someone's Facebook or any other social media platforms without their knowledge and abuse it, so what will be the punishment of what kind of punishment or what kind of action will the law take? Okay. Then അടുത്തത് ഓരോ ചോദ്യങ്ങളായിട്ട് മറുപടി പറഞ്ഞു. ഓക്കെ. അപ്പൊ ഇതിനെ കുറിച്ച് പറയാനുള്ളത്,
ഇപ്പൊ ഈ ഫേസ്ബുക്കിലെ ഉപയോഗങ്ങളെല്ലാം വരുന്നത് അതിന്റെ വയലേഷൻ വരുന്നത് സൈബർ നിയമങ്ങളുടെ ലംഘനമാണ്. ഇപ്പോ ഒരു ഫേസ്ബുക്കിൽ നിന്നും ഒരു ഫോട്ടോ നിങ്ങൾ പകർത്തിയത് കൊണ്ട് മാത്രം ആകുന്നില്ല. നിങ്ങൾ ഡിസോണസ്റ്റ് ഇന്റൻഷനോട് കൂടി ആ ഫോട്ടോ വ്യാപരിപ്പിക്കുകയോ അല്ലെങ്കിൽ അതുമായി ചേർത്തിട്ട് അശ്ലീലപരമായിട്ടുള്ള ഒബ്സീനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ അത് സർക്കുലേറ്റ് ചെയ്ത് ഈ പറയപ്പെടുന്ന ആളിന്റെ വ്യക്തിത്വത്തിനെ അപമാനിക്കുകയോ ഒക്കെ ചെയ്താൽ തീർച്ചയായിട്ടും ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 499, 500 അനുസരിച്ച് അതൊരു ഒബ്ജക്ഷണബിൾ ആയിട്ടുള്ള ഒരു സൈബർ മെസ്സേജാണ്. അതുകൊണ്ട് സൈബർ പോലീസിന് അതിനകത്ത് കേസെടുക്കാൻ കഴിയും. വെറുതെ ഒരു ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു എന്ന് പറയുന്നത് കൊണ്ട് ഒരു ഒഫൻസ് ആകുന്നില്ല. അപ്പൊ നിങ്ങൾ ഒരാളിനെ കൊലപ്പെടുത്താൻ ചിന്തിച്ചാൽ ഒരാളിനെ ഞാൻ കൊല്ലണമെന്ന് വിചാരിക്കുകയാണ്, അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് മാത്രം ഒരു കുറ്റകൃത്യമാകുന്നില്ല. അതിന് ഒരു മെൻസറിയ ഉണ്ടാകണം, അതുപോലെ തന്നെ ഒരു ആക്ടസ് റിയസ് ഉണ്ടാകണം. മെൻസറിയ എന്ന് പറഞ്ഞാൽ ഗിൽറ്റി ഇന്റൻഷൻ വേണം. ചിന്തിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. ഒരാളിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം ചെയ്യാൻ തീരുമാനിച്ചാൽ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്ലാൻ, ഒരു ആക്ഷൻ പ്ലാനും കൂടെ വേണം. അതില്ലെങ്കിൽ ഒന്നുമില്ല. ഇതിപ്പം ഫേസ്ബുക്കിൽ ഒരു പടം എടുത്ത് വെറുതെ ഇട്ടാൽ അബ്യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതിനകത്ത് പണിഷ്മെന്റിന്റെ ഇഷ്യൂ വരുന്നു. ഓക്കെ, അതാണ് എന്റെ ആൻസർ. അടുത്ത ചോദ്യം ഡോക്ടർ ഷാജിയുടേതാണ്. രണ്ട് ടേംസ് ആണ് ഡിഫറൻസ് ചോദിച്ചിരിക്കുകയാണ്, അറ്റോർണി ജനറലും സോളിസിറ്റർ ജനറൽ. ഓക്കെ, തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മുടെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് KK വേണുഗോപാൽ ആണ്, മലയാളിയാണ്. ഇപ്പോ നമ്മുടെ അറ്റോർണി ജനറൽ KK വേണു, ബാരിസ്റ്റർ KK നമ്പ്യാരുടെ മകനാണ്. നമ്മുടെ അഭിമാനമാണ്, കേരളത്തിന്റെ അഭിമാനമാണ് വേണുഗോപാൽ സാറ്. അദ്ദേഹം ഇവിടെ കൊല്ലത്ത് വന്നിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹമായിട്ട് ഒരുപാട് തവണ. അറ്റോർണി ജനറലാണ് ഇന്ത്യയിലെ ചീഫ് ലോ ഓഫീസർ. അത് കഴിഞ്ഞ് വേറൊരു വ്യക്തിയില്ല. കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറലാണ് കേരളത്തിന്റെ ചീഫ് ലോ ഓഫീസർ എന്ന് പറയുന്നത്. അതുപോലെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു അഡീഷണലാണ്. അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന കേസുകളും അതുപോലുള്ള വളരെ ഇമ്പോർട്ടന്റ് പോസ്റ്റാണ്. രണ്ടും കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ്, ഭരണഘടനാപരമായിട്ടുള്ള പോസ്റ്റ്. ഓക്കെ, അടുത്ത ചോദ്യം. സർ, ക്യാൻ യു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ബ്രെയിൻ മാപ്പിംഗ്? സിമി കൃഷ്ണയുടേതാണ് ചോദ്യം. ബ്രെയിൻ മാപ്പിംഗ്, അഭയ കേസിലൊക്കെ ബ്രെയിൻ മാപ്പിംഗിന് ബ്രെയിൻ മാപ്പിംഗും എനിക്ക് അതിന്റെ സാങ്കേതികമായിട്ടുള്ള വശങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. കാര്യം ബ്രെയിൻ മാപ്പിംഗ് ഉള്ള ഒരു കേസ് നടത്താൻ എനിക്ക് ഇതേ ഒരു അവസരം വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ബ്രെയിൻ മാപ്പിങ്ങിനെ താത്വികമായിട്ട് ഇങ്ങനെ പഠിച്ചിട്ടുള്ളതല്ലാതെ അതുകൊണ്ട് അതൊരു പോളിഗ്രാഫിക് ടെസ്റ്റ് പോലെ ഒരു സാങ്കേതികമായ ശാസ്ത്രീയമായിട്ടുള്ള ഒരു അന്വേഷണമാണ്. അതിനെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാക്കിയാൽ മാത്രമേ എനിക്ക് പറയാം ബ്രെയിൻ മാപ്പിങ്ങിനെ കുറിച്ച്. കേസിൽ കക്ഷി ചേരുക എന്നാൽ എന്താണ്? കക്ഷി ചേരുക എന്ന് പറഞ്ഞാൽ ഇംപ്ലീഡിങ്, ദ മാറ്റർ ഓഫ് ഇംപ്ലീഡിങ് യുവർസെൽഫ് ഇൻടു എ കേസ്. അതായത് ഇപ്പം ഒരു വഴിത്തർക്ക കേസ്, മനസ്സിലായില്ലേ? SN കോളേജിൽ നിന്നും മനസ്സിലായില്ലേ കർബല ജംഗ്ഷനിലേക്ക് പോകുന്ന ഭാഗത്തേക്കുള്ള ഒരു വഴിത്തർക്ക കേസ് ഉണ്ടെന്ന്. അപ്പൊ അത് ഒരു പൊതുവഴിയാണ്. ആ പൊതുവഴി ആളുകൾ അടച്ചു വെച്ചു. സ്വാഭാവികമായിട്ടും ആ പബ്ലിക് പാത്വേയിലുള്ള ന്യൂസൻസ് വന്നിട്ടുള്ളത് 1-2 വീട്ടുകാരില്ല. ആ ഭാഗത്ത് താമസിക്കുന്ന എല്ലാ വീട്ടുകാർക്കും അതിനകത്ത് ടോട്ടലി അഗ്രീഡ് ആണ്. അപ്പൊ അവിടെ എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടാക്കിയാൽ അത് റിമൂവ് ചെയ്യുവാനുള്ള അവകാശം 133 CRPC പ്രകാരം നമ്മുടെ RDO സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനാണ്. അപ്പം അവിടെ ഒരു കേസ് കൊണ്ടുപോയി കൊടുത്തു. 1-2 ആളുകൾക്ക് അതിന് തോന്നുകയാണ് ഞങ്ങളുടെയും കൂടെ വഴിയല്ലേ ഈ തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അവര് തോന്നുകയാണ് ഞങ്ങൾക്ക് കൂടെ ഈ കേസിൽ ഒന്ന് കടന്നു കയറണം. അപ്പോഴാണ് ഇംപ്ലീഡിംഗ് പെറ്റീഷൻ അവിടെ അവരെ കൂടെ കേട്ട് അവരുടെ താല്പര്യങ്ങൾ കൂടെ പരിഗണിക്കുന്നതിന് വേണ്ടി അവശ്യ കക്ഷിയായിട്ട് അവരെ കൂടെ ചേർത്ത്. അതിനാണ് ഇംപ്ലീഡിംഗ് പെറ്റീഷൻ. ഓക്കെ, ശ്രീജിത്ത് സിയാറിന്റെ ചോദ്യം. Doesn't Indian legislation has a unitary nature even though being a federal government? Article 1 defines India as a union of states. Does that make the state government a mere rubber stamp
so disturbing the federal system? ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ ലോ കോളേജ് യൂണിയൻ ചെയർമാനായിട്ട് ഇരിക്കുമ്പോൾ 1980 നിങ്ങൾ അന്നത്തെ ചീഫ് മിനിസ്റ്റർ ഇ കെ നായനാരെ അന്ന് VJT ഹാളിൽ വെച്ചിട്ട് ഞാൻ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് അന്ന് തന്നെ ഒരു ഡിസ്കഷൻ നടത്തിയിരുന്നു. അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീമൻ കരുണാകരനായിരുന്നു. അദ്ദേഹം വരാമെന്ന് പറഞ്ഞു. അദ്ദേഹം വന്നില്ല. അവസാനം അന്നത്തെ കൃഷ്ണകുമാർ, IAS കൃഷ്ണകുമാറിനെയാണ് അയച്ചത്. പിന്നെ O രാജഗോപാൽ, ഇപ്പൊ നിയമത്തെ ഇതുവരെ ഉണ്ടായിരുന്ന, ഇന്നലെ വരെ ഉണ്ടായിരുന്ന MLA, അദ്ദേഹം അതിൽ പങ്കെടുത്തു. അപ്പൊ നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ശക്തമായിട്ട് നിർവചിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ അവഗണിച്ചുകൊണ്ട്, അധികാരാവകാശങ്ങൾ മാറ്റിമറിച്ചുകൊണ്ട് കേന്ദ്രം ഏകപക്ഷീയമായി സംസ്ഥാനങ്ങളുടെ അധികാരാവകാശങ്ങൾ കവർന്നെടുക്കുന്ന ഒരു സ്ഥിതിയാണ് സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചത്. അത് നമുക്കറിയാം. 100-ലേറെ തവണ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന ഗവൺമെന്റുകളെ തന്നെ കേന്ദ്രം പിരിച്ചുവിട്ടിട്ടുണ്ട്. അതിന്റെ ഇരയാണ് നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ്. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ AICC റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, അന്നത്തെ ശ്രീമതി ഗാന്ധിയാണ് AICC പ്രസിഡന്റോ സെക്രട്ടറി, അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പിരിച്ചുവിടുകയുണ്ടായി. അപ്പോ തീർച്ചയായിട്ടും ഈ വളരെ റിലവന്റ് ആയിട്ടുള്ള ചോദ്യമാണ് ശ്രീജിത്ത് ചോദിച്ചത്. അതൊരു ഡിബേറ്റബിൾ ഇഷ്യൂ ആണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ തന്നെയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഇപ്പോ തമിഴ്നാട്ടിലെ DMKക്ക് അതേപോലുള്ള അവകാശമുണ്ട്. പിന്നെ അതുപോലുള്ള ആവശ്യങ്ങളാണ് തൃണമൂൽ കോൺഗ്രസ് ഉയർത്തുന്നത്. അതായത് BJP ഏതര കോൺഗ്രസ് ഏതര ഗവൺമെന്റുകളെല്ലാം, മറ്റ് ഈ രണ്ട് കക്ഷികളും ഈ SR ബൊമ്മയുടെ കേസിലാണ് അത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. ഗവർണർമാരെ എല്ലാം തന്നെ അധികാര കേന്ദ്രങ്ങളാക്കിക്കൊണ്ട് ഭരണഘടനയുടെ തത്വങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് തോന്നിയതുപോലെ പിരിച്ചുവിട്ടപ്പോൾ SR ബൊമ്മയുടെ കേസിലാണ് പിന്നെ ഭരണഘടനയുടെ ഈ പ്രസക്ത ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞത്. അങ്ങനെ കേന്ദ്ര ഗവൺമെന്റുകൾക്ക് അങ്ങനെ ഇടപെടാൻ പറ്റത്തില്ല. ഇഫക്റ്റീവ് കൺസൾട്ടേഷൻ ഗവർണറുമായിട്ട് നടത്തണം. അതിനുശേഷം ഫ്ലോർ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് മാത്രമേ. ഞാനൊരു ഉദാഹരണം പറയുക. അപ്പൊ അതാണ് ഈ കേന്ദ്ര സംസ്ഥാന ബന്ധം. ഹലോ ഇപ്പൊ കേൾക്കാമോ ഈ ആൻസർ? അപ്പൊ അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ്, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച്. ഇനിയുണ്ടോ? ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഒരു ചോദ്യം, 2 ചോദ്യങ്ങളും കൂടെ ബാക്കിയുണ്ട് സർ. Why the Supreme Court asked the victim in rape case, is she willing to marry the abuser? Few months ago. അതെ, അത് സുപ്രീം കോടതി തന്നെ നിഷേധിക്കുകയുണ്ടായി. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച തന്നെ ജസ്റ്റിസ് കരിവാല് നമ്മുടെ കേരള ഹൈക്കോടതിയിൽ അങ്ങനെ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് തെറ്റിദ്ധരിച്ച് ഇവിടെ 2-3 ഓർഡറുകൾ പാസാക്കി. അതെല്ലാം ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ക്യാൻസൽ ചെയ്തു. വിക്ടിമിന്, അതായത് റേപ്പ് കേസ് കഴിഞ്ഞു, അങ്ങനെ വിചാരണ സമയമാകുമ്പോഴത്തേക്ക് പറയുകയാണ് ഞാൻ കല്യാണം കഴിച്ചോളാം. അത് ആ നിലയിൽ ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും അത് ഒരു വിക്ടിമിനോട് ചെയ്യുന്ന ഒരു നീതിയാണെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നാമെങ്കിലും എല്ലാ കേസുകളിലെയും വാദി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണ് വാദി. എല്ലാ കേസുകളും പ്രോസിക്യൂട്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ആണ്. അപ്പോ അത് സ്റ്റേറ്റിന്റെ ഉത്തമ താല്പര്യത്തിന് അതല്ല. അങ്ങനെ വരുമ്പോ എല്ലാ റേപ്പ് കേസുകളിലും പ്രതികൾ രക്ഷപ്പെടാൻ വേണ്ടി ഇതൊരു ആയുധമാക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു വിവക്ഷ. ഓക്കെ, ഒരു ചോദ്യമുണ്ട്, കുറച്ച് നീളമുള്ള ചോദ്യമാണ്. Sir, do you actually feel there is a tremendous change from ancient to modern law? Because you have mentioned about Brahmins, the way they are being evicted from the punishment. Even today, many people in the so-called upper society is still not getting what they actually deserve. Example, Abhaya case. And these are not isolated incidents. In such a scenario, to what extent can an ordinary man believe in judiciary? അതില് തെറ്റായി നമ്മൾ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല.
ഞാൻ പറഞ്ഞത് പുരാതന ഭാരതത്തിലെ അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഭാരതത്തിലെ പ്രാചീന കുറ്റവും ശിക്ഷയും എന്താണെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതിന്റെ അർത്ഥം ഇന്ന് ചാതുർവർണ്ണീയ സംസ്കാരത്തിന്റെയോ മനുസ്മൃതിയുടെ അടിസ്ഥാനത്തിലുള്ള കുറ്റവും ശിക്ഷയും അല്ല നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. നമ്മുടെ രാജ്യത്ത് എഴുതി പിടിപ്പിച്ച ഭരണഘടനയുടെ അടിസ്ഥാന ശിലയിൽ നിന്നുകൊണ്ടുള്ള ഒരു ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതിനകത്ത് പറയുന്ന പ്രതികളുടെ അവകാശങ്ങൾ, വിക്ടിമിന്റെ അവകാശങ്ങൾ, ജഡ്ജിയുടെ അവകാശങ്ങൾ, പോലീസ് ഓഫീസർമാരുടെ അധികാരാവകാശങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായ പോലീസ് അന്വേഷണവും സമഗ്രമായിട്ടുള്ള കേസ് നടത്തിപ്പും നിഷ്പക്ഷമായിട്ടുള്ള അപ്രിസിയേഷനും ജഡ്ജിമാരുണ്ടെങ്കിൽ ഏത് കേസും ന്യായമായ പരിഗണന കിട്ടും. അവിടെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇന്ന് ഇന്ത്യക്കകത്തൊരു പ്രസക്തിയുള്ള വിഷയമില്ല. നമ്മുടെ കോടതികളെല്ലാം ട്രാൻസ്പെയറന്റ് ആണ്. ഇപ്പോൾ നേരത്തെ തന്നെ ആമുഖ പ്രസംഗത്തില് പ്രൊഫസർ ജിഷ ചൂണ്ടിക്കാണിച്ചതുപോലെ 2000 ഞാൻ നടത്തിയ കോൺഫറൻസിലാണ് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നിട്ടുള്ള ജസ്റ്റിസ് പറൂച്ച പറഞ്ഞത് 80% ഓഫ് ദ ജഡ്ജസ് ആർ ഓണസ്റ്റ്, ദ റെസ്റ്റ് ഓഫ് ദ 20 ആർ കറപ്റ്റ്, ദേ ഷുഡ് ബി റിമൂവ്ഡ് ഫോർത്ത്വിത്ത് എന്നാണ് ജസ്റ്റിസ് പറൂച്ച പറഞ്ഞത്. അപ്പോ നമ്മുടെ ജഡ്ജിമാരെല്ലാം ട്രാൻസ്പെയറന്റ് ആണ്. 99%. 1% ഞാൻ വെറുതെ വിടുന്നു. അപ്പൊ അത്രയും ട്രാൻസ്പെയറന്റ് ആണ്. ആ സംവിധാനത്തിൽ ജാതിയോ ലിംഗമോ മറ്റു പരിഗണനകളോ ഒന്നും നോക്കിയല്ല നമ്മുടെ രാജ്യത്ത് ശിക്ഷകൾ പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും 100% പൂർണ്ണമാണ് ഈ നീതിന്യായ വ്യവസ്ഥയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതെല്ലാം കാലാന്തരത്തിൽ പാർലമെന്റിന്റെയും നിയമസഭകളുടെയും എല്ലാം ചർച്ചകൾക്ക് വിധേയമായിട്ട് ഈ നിയമങ്ങളെല്ലാം കാലാനുസൃതമായിട്ടുള്ള പൊളിച്ചെഴുത്തുകളും ചുവരെഴുത്തുകളും അടയാളപ്പെടുത്തലുകളും ഒക്കെ നടത്തിയിട്ടായിട്ടുണ്ട്. അങ്ങനെ ശക്തമായിട്ടുള്ള ഇടപെടലുകളിലൂടെ നമ്മുടെ നീതിന്യായ സംവിധാനം ശക്തിപ്പെടുത്താം എന്നാണ്. ചോദ്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. തീർച്ചയായും നമുക്ക് അടുത്ത നന്ദി പ്രകാശനത്തിലേക്ക് കടക്കാമോ? തീർച്ചയായും. നമ്മുടെ ഇന്നത്തെ വെബിനാറിന് നന്ദി പ്രകാശനത്തിന് വേണ്ടി കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകനായ ശ്രീ അനിൽ രാജ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് ഈവനിങ് ടു ഓൾ. ഇന്ന് ശ്രീനാരായണ കോളേജ് സംഘടിപ്പിച്ച അഗോറ സെമിനാർ സീരീസിന്റെ ഭാഗമായി ഇന്ത്യൻ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥ ഒരു പരിചയപ്പെടുത്തൽ എന്ന വിഷയത്തിലുള്ള വെബിനാറാണ് ഇവിടെ നടന്നത്. നമുക്കറിയാവുന്നതുപോലെ നമ്മൾ ഓരോരുത്തരും ഏറ്റവും ബൃഹത്തായ ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. അതിന്റെ ഭാഗമാണ് നാം ഓരോരുത്തരും. പക്ഷേ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചുള്ള അറിവ് വളരെ പരിമിതമാണ്. പ്രത്യേകിച്ചും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലുള്ള വിദ്യാർത്ഥികളായാലും അധ്യാപകരായാലും നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചുള്ള അറിവ് നമുക്ക് വളരെ പരിമിതമാണ്. ഈ ഒരു അവസരത്തിൽ ഈ ഒരു വെബിനാറിൽ വളരെ അനുഭവ സമ്പത്തുള്ള നമ്മുടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കൂടിയായ അഡ്വക്കേറ്റ് പാരിപ്പള്ളി രവീന്ദ്രൻ സാറിനെയാണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ അത് വളരെ ഒരു അനുഗ്രഹമായിട്ട് നമ്മൾ കരുതുന്നു. അപ്പം ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈ പ്രോഗ്രാമിൽ വളരെയധികം തിരക്ക് പിടിച്ച സമയത്തും നമ്മളോടൊപ്പം ചെലവഴിക്കുകയും മനുസ്മൃതി തൊട്ട് ഇങ്ങോട്ടുള്ള നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരികയും നീതിന്യായ വ്യവസ്ഥയിലെ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തുകയും അതേസമയം കുറെ ആശങ്കകൾ, അതായത് 4 കോടിയിലധികം കേസുകളാണ് കോടതികളിൽ കെട്ടിക്കിടക്കുന്നത്, അതുപോലെ തന്നെ പ്രതികളുടെ അവകാശങ്ങളും ജാമ്യത്തിനുള്ള അവകാശങ്ങളെ കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായി നമ്മളോട് സംവദിച്ച ശ്രീ പാരിപ്പള്ളി രവീന്ദ്രൻ സാറിന് നമ്മുടെ കോളേജിന്റെ പേരിലും അഗോറ സെമിനാർ സീരീസിന്റെ പേരിലുമുള്ള എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രിൻസിപ്പലായ ഡോക്ടർ സുനിൽകുമാർ സാർ വളരെ ആക്റ്റീവായിട്ട് എല്ലാ കാര്യത്തിനും നമ്മളോടൊപ്പം നിൽക്കുകയും അതുപോലെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് പിന്തുണ തരികയും ചെയ്ത സാറിന് ഔപചാരികതയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ പ്രോഗ്രാം വളരെ മനോഹരമായിട്ട് ഇവിടെ കോർഡിനേറ്റ് ചെയ്യുകയും നമ്മുടെ വെബിനാർ സീരീസ് തന്നെ വളരെ മനോഹരമായി കോർഡിനേറ്റ് ചെയ്തു പോകുകയും ചെയ്യുന്ന ജിഷ ടീച്ചറിനുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ സ്റ്റുഡൻസിനും എല്ലാ ടീച്ചേഴ്സിനും ഈ പ്രോഗ്രാമിന്റെ പേരിലും SN കോളേജിന്റെ പേരിലുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു അനിൽ സാർ. ഫീഡ്ബാക്ക് ഫോമിന്റെ ലിങ്ക് നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അത് ഫില്ല് ചെയ്യാത്ത എല്ലാ കുട്ടികളും അത് ഫില്ല് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇമെയിലിൽ ലഭ്യമാണ്.
താങ്ക് യു ടീച്ചർ. താങ്ക് യു So, സർ. Thank you, Ravindra sir. സാറിന് Thank you, sir. ഈ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റിയില്ലല്ലേ സാർ? ഇപ്പൊ കടല് പോലെ പറയാനുണ്ടല്ലേ സാർ? കുറച്ച് ഞാൻ സ്കിപ്പ് ചെയ്തു. കാര്യം ഇതൊരു ട്രൈ സബ്ജക്ട് കൂടി ആയതുകൊണ്ട് ഞങ്ങക്ക് 100-ലേറെ പാർട്ടിസിപ്പൻസിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും പ്രയോജനപ്പെട്ടു കാണൂ ഇത്. തീർച്ചയായും സർ, തീർച്ചയായും. സാധാരണ ഇത് ഇത് ഇംഗ്ലീഷിൽ സാധാരണ ക്ലാസ് എടുക്കുന്നത് അഡ്വക്കേറ്റ്സിനൊക്കെ വേണ്ടിയിട്ട്. നമ്മൾ അതുകൊണ്ട് ഈ മലയാളത്തിൽ പറയുമ്പോൾ അതിന്റെ കറക്റ്റ് വാക്കുകൾ പലപ്പോഴും കിട്ടാറില്ല. അങ്ങനെ ഒരു നിയമപുസ്തകത്തിലെ വാക്കുകളും ഇംഗ്ലീഷാണ്. കിട്ടത്തില്ല. അതെ, എല്ലാം കോഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണല്ലോ. നമ്മളിപ്പോ കർണാടകത്തിലൊക്കെ ആണെങ്കിൽ സബോർഡിനേറ്റ് കോടതികളിൽ അവിടുത്തെ കന്നഡയാണ്, തമിഴ്നാട്ടില് തമിഴാണ്. പക്ഷെ നമ്മുടെ കേരളത്തിലെല്ലാം ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ പ്രധാനപരമായിട്ട് വരുമ്പോഴത്തേന് കുഴപ്പമില്ലെങ്കിലും പരമാവധി ഞാൻ സിംപ്ലിഫൈ ചെയ്താണ് പറഞ്ഞത് തോന്നുന്നു. ഓക്കെ സാർ, സൈബർ ലൈ സംബന്ധിച്ച് സാറിന് കേസുകൾ എന്തെങ്കിലും കിട്ടാറുണ്ടോ? സൈബർ ലൈയെ സംബന്ധിച്ച് കേസുകളുണ്ട്. പിന്നെ എന്റെ ഈ PSC കേസുകളിൽ എല്ലാം തന്നെ സൈബർ മൊബൈലിലാണ് അവര് എല്ലാം കോൾ ഡേറ്റ റെക്കോർഡ്സ് ഉണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് തന്നെ ഒരു കേസ് നിങ്ങൾ പത്രത്തിൽ വായിച്ചല്ലോ. നമ്മുടെ തന്നെ ഒരു കൊല്ലം പാർലത്തിന്റെ ഒരു അഡ്വക്കേറ്റിനെതിരായിട്ടുള്ള ഒരു കേസ് ചാർജ് ഫ്രെയിം ചെയ്തു. അതിനകത്ത് ഇലക്ട്രോണിക് എവിഡൻസ് ആണ് അയാൾക്കെതിരായിട്ടുള്ള. ലീഡിംഗ് ലോയറാണ്. ലീഡിംഗ് ലോയർക്കെതിരായിട്ട് PSC കേസിലെ നിയമ ചോദ്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് അലിഗേഷൻ. അപ്പൊ അതെല്ലാം സൈബറാണ്. പിന്നെ എക്സ്ക്ലൂസീവ്ലി സൈബർ ആയിട്ടുള്ള കേസുകൾ എനിക്ക് തോന്നുന്നു മെട്രോപൊളിറ്റൻ സിറ്റികളിലൊക്കെയാണ് കൂടുതൽ കേസുകൾ വരുന്നത്. കൊച്ചി, ചെന്നൈ, ബോംബെ അവിടെയൊക്കെയാണ്. ഇവിടെയൊക്കെ അങ്ങനെയുള്ള അത്രത്തോളം ഉള്ള കേസുകൾ വരാറില്ല. ചാർജ് ചെയ്യുന്നത് പോലെ ഇപ്പൊ പിന്നെ അതതുപോലെ മൈനർ അബ്യൂസ് കേസുകളൊക്കെ വരാറ്. താങ്ക് യു സർ. സാർ ഓഫീസിലാണോ വീട്ടിലെത്തിയിരുന്നോ? വീട്ടിലായിരുന്നു സർ? അല്ല, വീട് ഓഫീസ് ഒരുമിച്ചാണ്. ഓ ശരി. വർക്ക് ഫ്രം ഹോം എന്നുള്ളത്. അതെ, വീട് ഓഫീസ് ഒരുമിച്ച്. എനിക്ക് എന്റെ പ്രോസിക്യൂഷൻ ഓഫീസർമാർക്ക് മേളിലൊരു ഓഫീസുണ്ട്. അവരെല്ലാം പക്ഷെ ഇപ്പൊ ഇലക്ഷൻ ഡ്യൂട്ടിക്കൊക്കെ പോയിരിക്കുകയാണ്. ഇപ്പൊ അവരെല്ലാം ഒരു SI, ഒരു പ്രിൻസിപ്പൽ SIയും ഒരു അഡീഷണൽ പോലീസ് ഓഫീസറും ഉണ്ട്. അപ്പൊ അവരെല്ലാം ഇനിയിപ്പോ ഇലക്ഷൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നാളെ മുതലൊക്കെ വരത്തുള്ളൂ. ഇപ്പൊ ഫുൾ സിംഗിലാവും. സോ ഇങ്ങനെ ഒന്നുകൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്. ശരി സർ, താങ്ക് യു. മനോജ് സാറെ, നമുക്ക് വെബിനാർ അവസാനിപ്പിക്കാം. അനിൽ സാർ, താങ്ക് യു. ടീച്ചറെ താങ്ക് യു. അവരുണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു സാറേ. അനില് വേറെ ലുക്ക്. 2 കണക്ഷനാണോ? ഒന്ന് ഫാൻ കറങ്ങുന്നു, ഒന്ന് അനിൽരാജ് കറങ്ങുന്നു. അതെ, എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുക. 2 മൊബൈലിലും ഓൺ ചെയ്ത് വെച്ച് കാണും അല്ലെ അനിൽ? കട്ടായി പോകാതെ. ശരി ടീച്ചർ, കട്ട് ചെയ്തോ സർ, കട്ട് ചെയ്യും.